ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യമൻ എന്ന ത്രില്ലർ റൊമാൻസ് സസ്പെൻസ് നോവലാണ്. ആ നോവലിൻ്റെ അവസാനത്തെ അധ്യായം 19 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നോവലിലേക്ക് പോയാലോ. ഭൈരപ്പ പരുങ്ങി. SP അമാവാസയും SA ലങ്കേഷിനെയും. ശിവയോഗി ഞെട്ടിപ്പോയി. അവനത് പുതിയ അറിവായിരുന്നു. അതൊന്ന് ചുരുക്കി പറയുകയെ നിവൃത്തിയുള്ളൂവെന്ന് ഭൈരപ്പയ്ക്ക് അറിയാമായിരുന്നു. ശിവയോഗി സംശയത്തിൻ്റെ ചെലന്തിക്കാലുകൾക്കുള്ളിലായി. 3 കോടി രൂപ. അത് ബസവേട്ടൻ്റെയും കണ്ണാബിയേട്ടൻ്റെയും വസന്തി ചേച്ചിയുടെയും ജീവൻ്റെ വിലയായിരുന്നു. എൻ്റെ ചേട്ടന്മാർക്കും ചേച്ചിക്കും എന്ത് സംഭവിച്ചടാ? ചേട്ടന്മാരുടെ കാര്യം എനിക്കറിയില്ല സാർ. പക്ഷെ സാറിൻ്റെ ചേച്ചിമാരെ അവരെ ഭുവനേശ്വരി മാഡമാണ് എങ്ങോട്ടോ കൊണ്ടുപോയത്. ആ സംഭവവും ഭൈരപ്പ പറഞ്ഞു. ഞാനാണ് ഇരുവരെയും കാറിൽ കൊണ്ടുപോയത്. എന്നാൽ വഴിക്ക് വെച്ച് എന്നെ ഇറക്കിയിട്ട് മാഡം സാറിൻ്റെ ചേച്ചിയുമായി പോയി. ഭൈരപ്പ ആ പറഞ്ഞത് സത്യമാണെന്ന് ശിവയോഗിക്ക് ഉറപ്പായി. എൻ്റെ ചേച്ചി ജീവനോടെ ഉണ്ടോടാ? അതറിയത്തില്ല സാറേ. ശിവയോഗി അമർത്തിമൂളി. ഈ താപസൻ എന്ന് പറയുന്ന ആൾ ആരാണ്? അയാൾക്ക് ഞങ്ങളുടെ തറവാടുമായി എന്താണ് പ്രശ്നം? താപസനോ? അങ്ങനെ ഒരാളിനെ എനിക്കറിയില്ല സാർ. ഭുവനേശ്വരി ഇപ്പോൾ എവിടെ കാണും? അത് ആർക്കും പറയാൻ പറ്റത്തില്ല സാറേ. മാഡം രാത്രി ഉറങ്ങുവാൻ പോകുമ്പോൾ ഒരിക്കൽ പോലും എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാറില്ല. തന്ത്രശാലിയാണ് ഭുവനേശ്വരി എന്ന് ശിവയോഗിക്ക് ഉറപ്പായി. ഓക്കെ, അവസാനത്തെ ചോദ്യം. എൻ്റെ പേര് എഴുതി വെച്ചിട്ടാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്ന സ്ത്രീകൾ ആത്മഹത്യ ചെയ്തതെന്നല്ലേ പോലീസ് ഭാഷ്യം? പക്ഷേ അവരെ കൊല്ലുകയായിരുന്നുവെന്നും ഭീഷണിപ്പെടുത്തി കത്തെഴുതിച്ചതാണെന്നും എനിക്കറിയാം. പറയടോ ഭൈരപ്പ, നീയും നിൻ്റെ അനുചരന്മാരും ചേർന്നല്ലേ അങ്ങനെ ചെയ്തത്? ഭൈരപ്പയുടെ കണ്ണുകൾ വല്ലാതെ പിടഞ്ഞു. സാർ, അത് പിന്നെ നീ പറയുന്നോ ഈ പുണ്യകോടിയെ കൊണ്ട് പറയിക്കണോ? ശിവയോഗി അയാളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഭുവനേശ്വരി മാഡം പറഞ്ഞപ്പോൾ ഞങ്ങൾക്കനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അയാളെ സമ്മതിച്ചു. മതി, ഇനി അവനെ അഴിച്ചുവിട്ട് വെള്ളം കൊടുക്ക്, ശിവയോഗി നിർദ്ദേശിച്ചു. പുണ്യകോടിയുടെ അനുയായികൾ ഭൈരപ്പയെ സ്വതന്ത്രനാക്കി. അയാൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അപ്പോൾ നെഞ്ചിൽ നിന്നും രക്തം കുടുകുടെ ചാടി. പുണ്യകോടി കുപ്പിവെള്ളം അയാളെ ഏൽപ്പിച്ചു. ആർത്തിയോടെ നിമിഷങ്ങൾക്കുള്ളിൽ ഭൈരപ്പ വെള്ളം കുടിച്ചു തീർത്തു. ഞങ്ങൾ നിന്നെ ചോദ്യം ചെയ്ത് വിവരങ്ങൾ ചോർത്തിയ കാര്യം നീ ഭുവനേശ്വരിയോട് പറയില്ലേ? ശിവയോഗി കസേര വിട്ട് എഴുന്നേറ്റു. ഇല്ല സാറേ, പറഞ്ഞാൽ അവരെന്നെ കൊല്ലും. അയാളുടെ മുഖത്ത് പേടി തിങ്ങി. എന്തായാലും ഞാൻ വാക്കുപാലിക്കും. ഒത്തിരി തവണ കഴുമരത്തിലേറുവാൻ യോഗ്യനാണ് നീയെങ്കിലും ഞാനായോ എൻ്റെ ആളുകളായോ നിന്നെ കൊല്ലില്ല. നീ സിഗരറ്റ് ചോദിച്ചില്ലേ നേരത്തെ? അതങ്ങ് തീർന്നു. പാരമൊരു ചുരുട്ട് തരാം. ശിവയോഗി പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചുരുട്ടിൻ്റെ കവർ വലിച്ചൂരി അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ലൈറ്ററും ഭൈരപ്പയ്ക്ക് നൽകി. ഭൈരപ്പ ചുരുട്ട് ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി. ശക്തിയിൽ പുക അകത്തേക്ക് വലിച്ചു. ചുരുട്ടിൻ്റെ അഗ്രത്തിൽ ഒരു വലിയ തീപ്പൊട്ട് തിളങ്ങി. 3 തവണ പുക വലിച്ചു ഊതി ഭൈരപ്പ. 4ാം തവണ പുകയെടുക്കവേ പെട്ടെന്ന് അധികം ഉച്ചത്തിലല്ലാത്ത ഒരു വെടിയൊച്ച. പുണ്യകോടിയും അനുചരരും നടുങ്ങി. അവർ അമ്പരന്ന് നോക്കുമ്പോൾ ചുരുട്ട് ചിതറിപ്പോകുന്നതും ഭൈരപ്പ പിറകിലേക്ക് മറിയുന്നതുമാണ് കണ്ടത്. അയാളുടെ ശിരസിന് പിന്നിലൂടെ പറന്നുപോയ ചോരപ്പുരണ്ട ബുള്ളറ്റ് ചുവന്ന പൊട്ട് കുത്തിയതുപോലെ ഭിത്തിയിൽ അടയാളമിട്ട് നിലത്ത് വീണു. സാർ, പുണ്യകോടി ഭയന്നു. വിലാപം പോലെയായിരുന്നു അയാളുടെ ശബ്ദം. എന്താ ഇത്? ശാസ്ത്രീയ വശം പിന്നെ പറഞ്ഞുതരാം. നമുക്ക് വേഗം പോകണം. ശിവയോഗി പുറത്തേക്കിറങ്ങി. പിറകെ പുണ്യകോടിയും സംഘവും. ബൈക്കും കാറും വളരെ വേഗം അവിടെ നിന്നും തിരിഞ്ഞു പാഞ്ഞുപോയി. രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞ നേരത്ത് ശിവയോഗിയും സംഘവും രാജറോലാനിയുടെ ഫാം ഹൗസിലെത്തി. പരിചാരകർ അവർക്ക് ഭക്ഷണം ഒരുക്കി വെച്ചിരുന്നു. സുഹൃത്തുക്കളെ കൂടാതെ DYSP കലിംഗറാവുവും ഭാര്യ അരളിയും ശിവയോഗിയെ പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. സാറിന് ഉറങ്ങിക്കൂടായിരുന്നോ? നമുക്ക് രാവിലെ സംസാരിക്കാമായിരുന്നല്ലോ. ശിവയോഗി കലിംഗറാവുവിനെ നോക്കി. എൻ്റെ ഉറക്കം പോയിട്ട് മാസങ്ങളേറെയായി ശിവ. ഇനിയെല്ലാം മറന്ന് എനിക്ക് ഉറങ്ങണമെങ്കിൽ അവൻ്റെ ശരീരം എൻ്റെ മുന്നിൽ കിടന്ന് പെടഞ്ഞു തീരുന്നത് കാണണം. ഈ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ.
കലിംഗറാവുവിൻ്റെ ശബ്ദം നനഞ്ഞിരുന്നു. ഇടം കൈ കൊണ്ട് അയാൾ ചലനമില്ലാതെ തൻ്റെ വലം കൈയിൽ തടവി. ശിവയോഗി പെട്ടെന്ന് വിഷയം മാറ്റി. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. സാറ് ഭക്ഷണം കഴിച്ചോ? മറുപടി നൽകിയത് ഇമ്പദോസാണ്. ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചടാ. പക്ഷേ നീ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് സാറിന് വാശി. എങ്കിലും നമുക്കൊന്നിച്ച് കഴിക്കാം. എല്ലാവരും തീന്മേശയ്ക്ക് ചുറ്റും കൂടി. അതിനിടെ പുണ്യകോടിയും മറ്റും ശിവയോഗി അവർക്ക് പരിചയപ്പെടുത്തി. ഞങ്ങൾ അപ്പുറത്തിരുന്ന് കഴിച്ചോളാം ശിവസാറെ. പുണ്യകോടിയും അനുചരന്മാരും ആവശ്യത്തിന് ഭക്ഷണം പാത്രങ്ങളിലാക്കി പിന്തിരിയാൻ ഭാവിച്ചു. എങ്കിൽ ഇതുകൂടി കൊണ്ടോ. രാജറുലാനി ജോണി വാക്കർ ബ്ലാക്ക് ലേബൽ വിസ്കിയുടെ ഒരു ഫുൾ ബോട്ടിലെടുത്ത് പുണ്യകോടി ഏൽപ്പിച്ചു. അയാൾക്ക് സന്തോഷമായി. ഞങ്ങൾക്കിതൊന്നും കഴിച്ച് ശീലമല്ല സാറേ. നല്ല നാടൻ വാറ്റോ കട്ടൻ ചായയാണ് സാധാരണ. പുണ്യകോടി പറഞ്ഞു. കട്ടൻ ചായയോ? അശോക് ഷെട്ടിക്ക് മനസ്സിലായില്ല. ആ റമ്മേ, കുതിരയ്ക്ക് കൊടുക്കുന്ന. അയാൾ ചിരിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഭൈരപ്പയിൽ നിന്നറിഞ്ഞ വിവരങ്ങൾ ശിവയോഗി മറ്റുള്ളവരോട് പറഞ്ഞു. അയാളെ കൊന്നതൊഴികെ എല്ലാം കേട്ട ശേഷം കലിംഗറാവു ചുണ്ടനക്കി. അറിഞ്ഞിടത്തോളം വല്ലാത്തൊരു സ്ത്രീയാണല്ലോ ഈ ഭുവനേശ്വരി. ആർക്കും പിടികൊടുക്കാതെ തൻ്റെ രഹസ്യങ്ങൾ മറ്റാരിലും എത്താൻ അനുവദിക്കാത്തവൾ. ഇത്തരക്കാരെയാണ് ശിവ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അവരെ ഒതുക്കത്തിൽ കയ്യിൽ കിട്ടിയാൽ പോലും പറയുന്നത് മുഴുവൻ നുണയായിരിക്കും. എനിക്കറിയാം സാർ. പക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ ഒരവസരം പോലും ഞാൻ കൊടുക്കില്ല. ഒന്നുകിൽ അവരിലൂടെ ഞാൻ ധനരാജിലെത്തും, അല്ലെങ്കിൽ അവനിലൂടെ ഭുവനേശ്വരിയിൽ. ശിവയോഗി എഴുന്നേറ്റ് പോയി കൈ കഴുകി. തനിക്ക് അത്യാവശ്യമായി വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് അശോക് ഷെട്ടി അപ്പോൾ തന്നെ മടങ്ങി. അടുത്ത പ്രഭാതം രാവിലെ 7 മണി. മുത്തമ്മ എഴുന്നേറ്റ് കുളി കഴിഞ്ഞു. അത് പതിവാണ്. അവർ വേഷം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പരിചാരികമാരിൽ ഒരാൾ മുത്തമ്മയുടെ മുറിവാതിക്കലെത്തി. അമ്മ, അശോക് ഷെട്ടി സാറ് വന്നിരിക്കുന്നു. ഞാനിപ്പോൾ വരാം. അവരോട് അകത്ത് കയറി ഇരിക്കാൻ പറയും. ഓ. പരിചാരക പോയി. അശോക് ഇത്ര രാവിലെ വരണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകുമെന്ന് മുത്തമ്മ കരുതി. കിച്ചണിൽ പോയി ഒരു ഗ്ലാസ് കാപ്പിയുമായാണ് അവർ അശോക് ഷെട്ടിയുടെ അടുത്തെത്തിയത്. കപ്പ അയാളെ ഏൽപ്പിച്ചിട്ട് സിറ്റിംഗ് റൂമിൽ എതിരെയിരുന്നു മുത്തമ്മ. അശോക് ഷെട്ടി ഒരു കവിൾ കാപ്പി കുടിച്ചപ്പോൾ മുത്തമ്മ തിരക്കി. എന്താ അശോകേ ഈ രാവിലെ? ഒറ്റയ്ക്കാണോ വന്നത്? ഒരു കാര്യമുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. അയാൾ അറിയിച്ചു. ആര്? മുത്തമ്മ ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. പുറത്ത് നിർത്തിയിരിക്കുക. അമ്മ സമ്മതിക്കാതെ അകത്തേക്ക് വിളിക്കുന്നില്ലെന്ന് കരുതി. അതെന്താ? മുത്തമ്മ ഞെട്ടി ചുളിച്ചു. ഇത് പഴയ തറവാടല്ലേ. ഇവിടുത്തെ രീതികൾ എനിക്കറിയില്ലല്ലോ. മനസ്സിലായില്ല? മുത്തമ്മയ്ക്ക് വിസ്മയമായി. അതായത് കാപ്പി ഊതി കുടിക്കുന്നതിനിടയിൽ അശോക് ഷെട്ടി വിശദീകരിച്ചു. എൻ്റെ ഒപ്പം വന്നതൊരു യുവതിയാണ്. പേര് റസിയ. നീ വിവാഹം ചെയ്തതാണോ? മുത്തമ്മയുടെ കണ്ണുകൾ കൂർത്തു. അയ്യോ അല്ലമ്മേ. അയാൾ ചിരിച്ചു. ഇവിടെ തറവാടിനുള്ളിൽ അമ്മ സുരക്ഷിതയല്ല എന്നൊരു തോന്നൽ. പരിചാരകരിൽ എത്ര പേര് ശത്രുപക്ഷത്തുണ്ട് എന്ന് അറിയില്ലല്ലോ. ശുപ്പരാജന് അമ്മ പുറത്തു പോകുമ്പോഴത്തെ കാര്യമല്ലേ നോക്കുവാൻ കഴിയും. ഇവള് കൂടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അതൊരു വലിയ കരുത്താണ്. പക്ഷേ അശോക് ഷെട്ടി പൂർത്തിയാക്കുവാൻ സമ്മതിച്ചില്ല മുത്തമ്മ. കൈ ഉയർത്തിക്കൊണ്ട് അവർ അറിയിച്ചു. അവൾ ഏത് മതത്തിൽപ്പെട്ടവളാണെങ്കിലും എനിക്ക് വിഷയമല്ല അശോക്. വിശ്വസ്തനായിരിക്കണം. അശോക് ഷെട്ടിക്ക് സന്തോഷമായി. അമ്മ എന്നെ എങ്ങനെ വിശ്വസിക്കുന്നോ അതുപോലെ റസിയയും വിശ്വസിക്കാം. മാത്രമല്ല ചോരയിൽ വെടിമരുന്ന് നിറച്ചവളാണ് റസിയ. അമ്മയെ ആർക്കെങ്കിലും ഒന്ന് തൊടണമെങ്കിൽ പോലും അവളെ കൊന്നിട്ടേ കഴിയൂ. ഇന്നലെയും ധനരാജ വന്ന് ബഹളമുണ്ടാക്കിയ കാര്യം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയൊരു കരുതൽ കൂടി. മുത്തമ്മയ്ക്ക് സന്തോഷമായി. നീ അവളെ വിളിക്കുക അശോകേ. അശോക് ഷെട്ടി പുറത്തേക്ക് നോക്കി ഇത്തിരി ഉറക്കെ വിളിച്ചു. റസിയ. കാത്തു നിന്നിരുന്നത് പോലെ റസിയ അകത്തെത്തി. മുഖം മൂടുന്ന പർദ്ദയായിരുന്നു അവളുടെ വേഷം. മുത്തമ്മ അവളെ അടിമുടി നോക്കി. ആ മുഖം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അവർക്ക്. റസിയ, ഈ അമ്മയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കണം കേട്ടോ, അശോക് ഷെട്ടി നിർദ്ദേശിച്ചു. നോക്കിയിരിക്കും സാർ. തലയാട്ടിക്കൊണ്ട് റസിയ മറുപടി നൽകി. വരൂ, നിനക്ക് ഞാനൊരു മുറി കാണിച്ചു തരാം. മുത്തമ്മ അവളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അശോക് ഷെട്ടിക്ക് ഒരു ചിരി പൊട്ടി. 8 മണി. ഭുവനേശ്വരി എഴുന്നേറ്റയുടൻ ഭൈരപ്പയുടെ സെൽഫോണിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ്.
ഭുവനേശ്വരിക്ക് സംശയമായി. ഒരിക്കലും ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്ന ആളല്ല ഭൈരപ്പ. അങ്ങനെ ചെയ്യരുതെന്ന് താൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് സമയത്താണ് അയാളെ കൊണ്ട് ആവശ്യം വരുന്നതെന്ന് അറിയില്ലല്ലോ. ഉടൻ ഭുവനേശ്വരി ഭൈരപ്പയുടെ സംഘത്തിൽപ്പെട്ട മറ്റുള്ളവരുമായി ഫോണിൽ ബന്ധപ്പെട്ടു. തലേന്ന് ഉച്ചയ്ക്ക് ശേഷം അവരും ഭൈരപ്പയെ കണ്ടിട്ടില്ലെന്ന്, ഫോണിൽ കിട്ടിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. ഭുവനേശ്വരിക്ക് ഉറപ്പായി ഭൈരപ്പ ആരുടെയോ കയ്യിൽപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആര്? തനിക്ക് ശത്രു എന്ന് പറയുന്ന ആരും ഇപ്പോൾ പുത്തൂർ ഭാഗത്തോ അതല്ലെങ്കിൽ ദക്ഷിണ കന്നഡ ജില്ലയിലോ ഇല്ലെന്ന് അവർക്കുറപ്പായിരുന്നു. പെട്ടെന്ന് അവരുടെ മനസ്സിൽ ആ പേര് വന്നു, ശിവയോഗി. അവനിവിടെ തിരിച്ചെത്തിയെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ അവനെ നേരിൽ കണ്ട ആരുമില്ല. കലിംഗറാവുവിൻ്റെ അരികിൽ ചെന്നത് അവനാണോ എന്നൊരു സംശയം മാത്രമാണ് ഭൈരപ്പ പറഞ്ഞത്. ഭൈരപ്പ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ ഭുവനേശ്വരി ഭൈരപ്പയുടെ സംഘത്തോട് കൽപ്പിച്ചു. പിന്നെ കൈകൾ പിന്നിൽ കോർത്ത് അസ്വസ്ഥതയോടെ മുറിയിൽ അങ്ങങ്ങ് നടന്നു. 11 മണി. പെട്ടെന്ന് ഭുവനേശ്വരിയുടെ ഫോണിൽ ഒരു കോൾ വന്നു. അത് അറ്റൻഡ് ചെയ്ത അവരുടെ നെറ്റിയിൽ ചുളിവുകൾ ഉയർന്നു. ഈശ്വരമംഗലയ്ക്ക് അടുത്തല്ലേ കാർ കിടക്കുന്നത്? അവർ ചോദിച്ചു. അതെ മാഡം. എങ്കിൽ മറ്റേ വീട്ടിൽ പോയി ഒന്ന് തപ്പിക്കേ. ശരി മാഡം. കോള് മുറിഞ്ഞു. ഭൈരപ്പയുടെ കാറ് ഈശ്വരമംഗലം ടൗണിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഭുവനേശ്വരിക്ക് പെട്ടെന്നുണ്ടായിരുന്ന സംശയമാണ് ആ സ്ത്രീകൾ താമസിച്ചിരുന്ന വീട്ടിലൊന്ന് തിരയാൻ. അരമണിക്കൂറെന്ന് കഴിഞ്ഞപ്പോൾ നേരത്തെ വന്ന അതേ നമ്പറിൽ നിന്നും കോളെത്തി. വാർത്ത കേട്ടതും നടുങ്ങി വിറച്ചുപോയി ഭുവനേശ്വരി. ഭൈരപ്പ കൊല്ലപ്പെട്ടു. അതിനർത്ഥം ശിവയോഗി ഇവിടെയുണ്ട് എന്നത് തന്നെയാണ്. അവനല്ലാതെ ആർക്കാണ് ഭൈരപ്പയോട് പകയുള്ളത്? ഭുവനേശ്വരി ഫോൺ വിളിച്ച ആളിനോട് പറഞ്ഞു, യാതൊരു കാരണവശാലും ഈ വാർത്ത ലീക്ക് ചെയ്യരുത്. ആ ബോഡി ആ വീട്ടിനുള്ളിൽ തന്നെ അടക്കം ചെയ്തേരെ. എന്നിട്ട് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എൻ്റെ മുന്നിലെത്തണം. ചില കാര്യങ്ങൾ ഇനി വച്ച് താമസിക്കാൻ പാടില്ല. ശരി മാഡം. കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 6 പേരടങ്ങുന്ന ഒരു സംഘം ഹോട്ടൽ മുറ്റത്തെത്തി. ലെയ്ലാൻഡ് ലോറിയിൽ ചുമട്ടുതൊഴിലാളികളുടെ വേഷത്തിലായിരുന്നു അവർ. ഭുവനേശ്വരി ഫോണെടുത്ത് ആരൊക്കെയോ വിളിച്ചു. ഞാൻ കരിക്കളം തറവാട്ടിലേക്ക് പോവുകയാണ്. ഇന്നു മുതൽ അവിടെ താമസിക്കുന്നത് ഞാനായിരിക്കും. ഇനി മുത്തമ്മയെ കൊല്ലേണ്ടി വന്നാൽ അതും ഞാൻ ചെയ്തിരിക്കും. കോള് കട്ട് ചെയ്തിട്ട് അവർ ഹോട്ടലിന് പുറത്ത് ചാടി. ലോറിയിൽ വന്നവരെ നോക്കി, കൈകൊണ്ടൊരടയാളം കൊടുത്തു. പിന്നെ തൻ്റെ ചെറുക്കി കാറിൽ കയറി. കാർ മുന്നിലും ലോറി പിറകെയുമായി ഹോട്ടലിൻ്റെ ഗേറ്റ് കടന്ന് കരിക്കളം തറവാട്ടിലേക്ക്. അധ്യായം 32. കരിക്കളം തറവാട്. 12 മണി. തിളയ്ക്കുകയായിരുന്നു വെയിൽ. മുറ്റത്ത് ഉണങ്ങാനിട്ടിരുന്ന അടക്കകളിൽ നിന്നുപോലും ചൂട് വരുന്നത് പോലെ തോന്നി. തോട്ടങ്ങളിൽ ഒന്ന് പോയ ശേഷം മുത്തമ്മയും റസിയും ശുപ്പരാജും കാറിൽ വന്നിറങ്ങി. എന്തൊരു ചൂടായത്! പൂമുഖത്തെ കസേരയിൽ ഇരുന്നു കൊണ്ട് മുത്തമ്മ സാരിത്തലപ്പ് എടുത്തു വീശി. റസിയ വേഗം ഫാൻ ഓൺ ചെയ്തിട്ട് അവർക്ക് പിറകിൽ നിന്നു. ശുപ്പരാജ് പടിക്കെട്ടുകളിൽ ചവിട്ടി തിണ്ണയിലിരുന്നു. അകത്തുനിന്നും ഒരു പരിചാരിക പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും ചതച്ചിട്ട് സംഭാരം സാമാന്യം വലിയ ഓട്ടുമൊന്തകളിൽ 3 പേർക്കും നൽകി. മൂവരും അത് കുടിച്ചിട്ട് പാത്രങ്ങൾ മടക്കി നൽകിയതും ചെറൂക്കിക്കാറും പിറകിൽ ലൈലാൻഡ് ലോറിയും പൊടി പറത്തിക്കൊണ്ട് വെട്ടിത്തിരിഞ്ഞു വന്നു. അടയ്ക്കകൾ 4 പാടും ചിതറിത്തെറിച്ചുകൊണ്ട് അവ പൂമുഖത്തിന് മുന്നിൽ ബ്രേക്കിട്ടു. മുത്തമ്മയുടെ നെറ്റി ചുളിഞ്ഞു. അവർ റസിയെ ഒന്ന് നോക്കി. റസിയ കണ്ണുകൾ കൊണ്ട് ഒരടയാളം ശുപ്പരാജിന് നൽകി. ശുപ്പരാജ് പെട്ടെന്ന് കാറിനുള്ളിലിരുന്ന ഡബിൾ ബാരൽ ഗൺ എടുത്തുകൊണ്ടുവന്നു. റസിയ അത് വാങ്ങി. മുത്തമ്മയുടെ കസേരക്കരികിൽ ഭിത്തിയിൽ ചാരി വെച്ചു. കാറിൽ നിന്നിറങ്ങിയ ഭുവനേശ്വരി തോക്കിലേക്ക് നോക്കി ചിരിച്ചു. മുത്തമ്മ വേട്ടയാടാൻ പോയിട്ട് വന്നതാണോ? അല്ലടി. മുത്തമ്മ പതറാതെ ചിരിച്ചു. മാനിനെയും മയിലിനെയും വേട്ടയാടുന്നതിനേക്കാൾ എനിക്കിഷ്ടം ചോരയും നീരുമുള്ള ഇരുകാലികളെയാണ്. അതിനായി കാറിൽ കരുതി വെച്ചു എന്നേ ഉള്ളൂ. അത് നല്ലതാ. ഭുവനേശ്വരി ചെരുപ്പഴിക്കാതെ തന്നെ ഭൂമുഖത്തേക്ക് കയറി. അവരുടെ കയ്യിലൊരു ഫയലുണ്ടായിരുന്നു. ആ സമയം ചുമട്ടുതൊഴിലാളികളുടെ വേഷം ധരിച്ച ഗുണ്ടകളും ലോറിയിൽ നിന്നിറങ്ങി. അവർ ലോറിയുടെ ബമ്പറിൽ ചാരി നിന്നു. ഭുവനേശ്വരി എന്താ ചുവട്ടുകാരുമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയോ? അവരിലൂടെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് മുത്തമ്മ പരിഹസിച്ചു. ബിസിനസ് എനിക്ക് പണ്ടേ ഉള്ളതാടി. പിന്നെ ചിലരെ ചുവന്നു മാറ്റണമെങ്കിൽ അതിന് പണിക്കാർ വേണമല്ലോ. ഭുവനേശ്വരി തിരിച്ചടിച്ചു. പിന്നെ തനിക്കൊരു ഇരിപ്പിടത്തിനായി ചുറ്റും നോക്കി. ഭൂമുഖത്ത് മറ്റൊരു കസേര കൂടി ഉണ്ടായിരുന്നു. അവർ അതിൽ ഇരിക്കാൻ ഭാവിച്ചതും റസിയ വേഗം അത് വലിച്ചിട്ട് മുത്തമ്മയുടെ അരികിലിരുന്നു.
മുഖമടച്ച് അടിയേറ്റതുപോലെ ഭുവനേശ്വരി വിളറി. അവർ റസിയയുടെ മുഖാവരണത്തിലേക്ക് തുറച്ചു നോക്കി. നീ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്റെ ഈ അഹങ്കാരത്തിന് ഞാൻ നൽകുന്ന മറുപടി ഈ പർദ്ദയ്ക്കുള്ളിലെ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചുകൊണ്ടായിരിക്കും. ഭുവനേശ്വരി അലറി. അങ്ങനെ ആവട്ടെ, ഞാൻ നിന്നു തരാം. പിന്നെ ഇപ്പോൾ കെട്ടിയെഴുന്നള്ളിയുള്ള ഈ വരവ് എന്തിനാണെന്ന് പറഞ്ഞിട്ട് പോയാട്ടെ, റസിയ അറിയിച്ചു. പോകാനല്ലടി, ഇവിടെ താമസിക്കാൻ തന്നെയാണ് വന്നത്. ഭുവനേശ്വരി കയ്യിലിരുന്ന ഫയൽ തുറന്ന് കുറേ മുദ്രപത്രങ്ങളെടുത്ത് മുത്തമ്മയുടെ മടിയിലേക്കിട്ടു. നിന്റെ ഭർത്താവ് എൻ്റെ പേരിൽ എഴുതി തന്ന ഈ തറവാടിൻ്റെയും അനുബന്ധ സ്വത്തുക്കളുടെയും രേഖകൾ, നിന്റെ മക്കളും സ്വയം അവകാശം ഒഴിഞ്ഞു തന്നതിൻ്റെ സമ്മതപത്രങ്ങൾ, ഇവ നോക്കിയിട്ട് നീ തന്നെ പറയടി, എനിക്കിവിടെ താമസിക്കുവാനും എല്ലാം അനുഭവിക്കുവാനുമുള്ള അധികാരമുണ്ടോ എന്ന്. മര്യാദയ്ക്ക് നീയും നിന്റെ പരിവാരങ്ങളും ഇവിടം വിട്ടൊഴിഞ്ഞില്ലെങ്കിൽ ദാ ആ കാണുന്ന ലോറിയിൽ നിന്നെയൊക്കെ എടുത്തിട്ട് ദക്ഷിണ കന്നഡയ്ക്ക് ജില്ലയ്ക്ക് പുറത്തു കൊണ്ടുപോയി കളയും ഞാൻ. അതിനാ പണിക്കാരെ കൊണ്ടുവന്നത്. മുത്തമ്മ ഞെട്ടലോടെ മുദ്രപത്രങ്ങളിലേക്കും ഭുവനേശ്വരിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. എല്ലാം കണ്ടും കേട്ടും ഇരിക്കുകയായിരുന്നു ഷിപ്പുരാജ്. മുത്തമ്മയിൽ പരാജിതയുടെ ഭാവം വ്യക്തമായി തുടങ്ങി. റസിയ പെട്ടെന്ന് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ അമ്മ, അവർ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന്. അവൾ മുദ്രപത്രങ്ങൾ എടുത്തു. നോക്കടി നോക്ക്. ഇടുപ്പിൽ കൈകുത്തിക്കൊണ്ട് ഭുവനേശ്വരി തലയുയർത്തിപ്പിടിച്ചു നിന്നു. മുത്തമ്മ കുടുകുടെ വിയർക്കുവാൻ തുടങ്ങി. റസിയ മുദ്രപത്രങ്ങൾ മുഖപടം അല്പം നീക്കി ഒന്ന് ഓടിച്ചു വായിച്ചു. ഭുവനേശ്വരി പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് അവളിൽ നിന്നും ഒരു ചോദ്യം വന്നു. ഈ എഗ്രിമെൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇതൊക്കെ നിങ്ങളുടെ സ്വന്തമാകും? അതെന്തിനാടി? ഭുവനേശ്വരി പൊട്ടിച്ചിരിച്ചു. എൻ്റെ ഒരു കോൾ മതി, രജിസ്ട്രാർ എൻ്റെ മുന്നിൽ വന്ന് ഇതൊക്കെ റെക്കോർഡാക്കി തരും. എങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. പറഞ്ഞതും റസിയ ആ സ്റ്റാമ്പ് പേപ്പറുകൾ കുനുകുനെ വലിച്ചു കീറിയെറിഞ്ഞു. അത് കലക്കി. ഷിപ്പുരാജ് കൈയടിച്ചു. ഭുവനേശ്വരി ഇതൊട്ടും കരുതിയിരുന്നില്ല. എടി, അവർ അലറി പിടിച്ചു. റസിയ ചാടി എഴുന്നേറ്റു. ഡബിൾ വാരൽ ഗണ്ണെടുത്ത് ഭുവനേശ്വരിയുടെ നെഞ്ചിന് നേർക്ക് ചൂണ്ടി. നീ എന്താടേ കരുതിയത്? ഇനി നിനക്ക് ഇവിടെ നിന്നും മടങ്ങണമെന്നുണ്ടെങ്കിൽ മുത്തപ്പൻച്ചിയുടെ 3 മക്കൾക്കും എന്തു സംഭവിച്ചെന്ന് നീ തന്നെ പറയണം. അവർ നിനക്ക് സമ്മതപത്രം തന്നത് എവിടെ വെച്ചാണ് എന്ന് പറയണം. ഭുവനേശ്വരി ഒന്ന് പതറി. അടുത്ത നിമിഷം അവർ വെട്ടിത്തിരിഞ്ഞ് തനിക്കൊപ്പം വന്നവരെ നോക്കി. വരിനടാ, വന്ന് കൊല്ലടാ ഈ പട്ടിച്ചുകളെ. ഗുണ്ടകൾ മുന്നോട്ട് പാഞ്ഞു വന്നു. ആ സെക്കൻഡിൽ ഷിപ്പുരാജ് ചാടി എഴുന്നേറ്റ് റിവോൾവർ വലിച്ചെടുത്ത് ചൂണ്ടി. ജീവൻ വേണമെന്നുള്ളവർ ഒരടി എടുക്കരുത്. പിറകിൽ നിന്നാരോ കഴുത്തിൽ പിടിച്ചു വലിച്ചു നിർത്തിയതുപോലെ ഗുണ്ടകളുടെ കാലുകൾ നിശ്ചലമായി. അപ്പോൾ മുത്തമ്മ എഴുന്നേറ്റ് റസിയുടെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങി. ഇവളെ കൊല്ലേണ്ടത് ഞാൻ തന്നെയാടി. എൻ്റെ ഭർത്താവ് അപ്പാജി കരിക്കളം സദാശിവയുടെ വെപ്പാട്ടിയായിരുന്നു നീ. ആ ബലത്തിലാവും നീ ഇങ്ങനെ ഒരു ഉടമ്പടി അദ്ദേഹത്തിൽ നിന്ന് എഴുതിയെടുത്തത്. അതുകൊണ്ട് കൂടുതലൊന്നും എനിക്കറിയണ്ട. പക്ഷെ അറിയേണ്ടതൊന്നു മാത്രം, എൻ്റെ മക്കൾ അവർ എവിടെയാണ്? ഭുവനേശ്വരി ശരിക്കും പതറി. അടുത്ത നിമിഷം അടുക്കള ജോലിക്കാരായ 2 സ്ത്രീകൾ പാഞ്ഞു വന്നു. അവർ മുത്തമ്മയുടെ ഇരു കൈകളിലും പിടിച്ച് പുറകിലോട്ട് തിരിച്ചു. മുത്തമ്മയുടെ കയ്യിൽ നിന്നും തോക്ക് പിടിവിട്ടു. അത് ഭുവനേശ്വരിയുടെ കയ്യിലായി. ഭുവനേശ്വരി അട്ടഹസിച്ചുകൊണ്ട് തോക്കിൻ്റെ ബാരൽ മുത്തമ്മയുടെ കഴുത്തിൽ കുത്തിയമർത്തി. ഇപ്പോൾ നിനക്ക് മനസ്സിലായടി ഞാൻ ആരാണെന്ന്? മുത്തമ്മയും റസിയയും ശിലയായി. ഭുവനേശ്വരി പുച്ഛത്തോടെ ഷിപ്പുരാജിൻ്റെ നേർക്ക് തിരിഞ്ഞു. മര്യാദയ്ക്ക് റിവോൾവർ താഴെയിട, അല്ലെങ്കിൽ ഇവിടെ കഴുത്തു ഞാൻ ചിതറിക്കും. ഷിപ്പുരാജ് റിവോൾവർ താഴ്ത്തി. ഭുവനേശ്വരിയുടെ ഗുണ്ടകൾ പാഞ്ഞെത്തി. ഈ 3 പേരെ എടുത്ത് ലോറിയുടെ പെട്ടിയിലിട്, അവർ കൽപ്പിച്ചു. ഗുണ്ടകൾ മുത്തമ്മയും റസിയയും ഷിപ്പുരാജിനെ ബന്ധനത്തിലാക്കി ലോറിയുടെ പെട്ടിയിലേക്ക് ഉയർത്തിയിട്ടു. ഭുവനേശ്വരി ഡബിൾ ബാരൽ ഗൺ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ഗുണ്ടകൾ ലോറിയിലും ഭുവനേശ്വരി കാറിലും കയറി. പെട്ടെന്നൊരു ആരവം. എല്ലാവരും ഗേറ്റിലേക്ക് തിരിഞ്ഞു നോക്കി. അവർ അമ്പരന്നു. 100 കണക്കിന് തൊഴിലാളികൾ, പുരുഷന്മാരും സ്ത്രീകളും അടക്കം, അവരുടെ കൈകൾ കനത്ത കുറുവടികൾ പോലെയുള്ള ആയുധങ്ങൾ. ഏറ്റവും മുന്നിൽ ശേഷണ്ണയായിരുന്നു. ഒന്നിനെയും വെറുതെ വിടരുത്, ശേഷണ്ണ ഗർജിച്ചു. ഗുണ്ടകൾക്കോ ഭുവനേശ്വരിക്കോ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവർ കാറിൻ്റെയും ലോറിയുടെയും ഗ്ലാസുകൾ തല്ലിപ്പൊട്ടിച്ചു. ടയറുകൾ കുത്തിക്കീറി. ബന്ധനത്തിലായവരെ മോചിപ്പിച്ചു. ആർക്കാടാ മുത്തമ്മച്ചിയെ കൊണ്ടുപോകേണ്ടത്? ശേഷണ്ണ അട്ടഹസിച്ചു.
തങ്ങളുടെ മേൽ കുറുവടികൾ പതിഞ്ഞു തുടങ്ങിയതോടെ ഗുണ്ടകൾ പ്രാണരക്ഷാർത്ഥം ചിതറിപ്പറഞ്ഞു. റസിയ ചെറൂക്കി കാറിൻ്റെ ഡോർ വലിച്ചു തുറന്ന് ഭുവനേശ്വരിയെ ബലമായി പിടിച്ചിറക്കി. നീ എന്താണ് ഞങ്ങളെക്കുറിച്ച് കരുതിയത്? ഭുവനേശ്വരി ചുണ്ടനക്കുവാൻ ഭാവിച്ചു. പെട്ടെന്ന് ഒരു വെടിയൊച്ച. സകലരും ഞടുങ്ങി. തൊഴിലാളികൾ ഭയന്ന് ഇരുവശത്തേക്ക് മാറി. ഗേറ്റ് കടന്ന് പിസ്റ്റൾ ചൂണ്ടിക്കൊണ്ട് ഒരാൾ അകത്തേക്ക് വന്നു. ധനരാജ്, ഇനി ആരെങ്കിലും എൻ്റെ മമ്മിയെ തൊട്ടാൽ പുകച്ചുകളയും ഞാൻ. അവൻ റസിയയ്ക്കും മുത്തമ്മയ്ക്കും നേരെ പിസ്റ്റൾ മാറി മാറി ചൂണ്ടി. എല്ലാവരിലും ഒരു പകപ്പ് പ്രകടമായി. ഭുവനേശ്വരി, ധനരാജിൻ്റെ അമ്മയോ? ഭുവനേശ്വരിയിൽ റസിയയുടെ പിടിയഴിഞ്ഞു. ധനരാജ് വന്ന് അവരുടെ കരം കവർന്നു. ഒരു വട്ടം കൂടി മുകളിലേക്ക് നിറയൊഴിച്ചു. ആരെങ്കിലും ഞങ്ങൾക്ക് പിന്നാലെ വന്നാ? അവൻ ശുഭ്രാജിനെ നോക്കി. പട്ടി, നിന്നോടുകൂടിയാ പറഞ്ഞത്. ശുഭ്രാജിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ഞങ്ങൾ മടങ്ങി വരും, ഭീഷണി പോലെ പറഞ്ഞിട്ട് ധനരാജ് ജനങ്ങൾക്കിടയിലൂടെ ഭുവനേശ്വരിയുമായി കടന്നുപോയി. റസിയ ഒരു കുതിപ്പിൽ മുറ്റത്ത് കിടന്നിരുന്ന ഗണ്ണെടുത്ത്. എന്നാൽ ശുഭ്രാജ് അവളെ തടഞ്ഞു. വേണ്ട, അവർക്ക് പണി വേറെ കിട്ടിക്കോളും. ആൾക്കൂട്ടം പതിയെ ധനരാജനും ഭുവനേശ്വരിക്കും പിന്നാലെ നീങ്ങുകയാണ്. ഗേറ്റ് കടന്നതും ധനരാജ് ഞെട്ടി. അവിടെ കൊണ്ടുവന്നിരുന്ന തൻ്റെ ബൈക്ക് ഉണക്കവിറക് കണക്കെ കത്തിയിരിക്കുന്നു. മോനെ! ഭുവനേശ്വരിക്ക് പരിഭ്രമമായി. അവർ തിരിഞ്ഞു നോക്കി. ഏതാനും മീറ്റർ പിറകിൽ ജനക്കൂട്ടമുണ്ട്. ഇരുവരുടെയും കാലുകൾക്ക് വേഗമേറി. അതിനനുസരിച്ച് ജനങ്ങളും ഓടിത്തുടങ്ങി. തൻ്റെ പിസ്റ്റളിൽ അവശേഷിക്കുന്ന 10 ബുള്ളറ്റുകൾ കൊണ്ട് അവരെ നേരിടാൻ കഴിയില്ലെന്ന് ധനരാജന് ബോധ്യമായി. പെട്ടെന്ന് പുറകിൽ നിന്നൊരു ഇന്നോവ കാർ പാഞ്ഞു വന്നു. അത് അവർക്കരികിൽ ബ്രേക്കിട്ടു. മൊട്ടത്തലയനായ ഡ്രൈവർ പുറത്തേക്ക് തലനെട്ടി. ധനരാജ് സാറേ, ഇങ്ങോട്ട് കയറിക്കോ. അയാൾ കൈനീട്ടി ഡോർ തുറന്നു കൊടുത്തു. ഭുവനേശ്വരിയും ധനരാജും ചാടിക്കയറി. കാറ് പാഞ്ഞുപോയി. ഡ്രൈവർ സീറ്റിലിരുന്ന പുണ്യകോടിയെ ഇരുവർക്കും അറിയില്ലായിരുന്നു. ഭുവനേശ്വരിയും ധനരാജും പരസ്പരം നോക്കി നിൽക്കുകയായിരുന്നു. കരിക്കളം തോട്ടങ്ങളോട് ചേർന്നുള്ള വനാതിർത്തിയിലായിരുന്നു ആ സ്ഥലം. അവിടെ 2 അടക്കാമരങ്ങളിൽ ചേർത്ത് കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇരുവരെയും. പുണ്യകോടിയും അനുചരിൽ ഒരാളും ഇരുവരെയും ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ചെറിയ പാറമേലിരിക്കുന്നു. മറ്റു 2 പേർ 6 അടി നീളത്തിൽ 3 അടി വീതിയിൽ 4 അടി താഴ്ചയിൽ 2 കുഴികൾ തയ്യാറാക്കി കഴിഞ്ഞു. പിന്നെ അവരും വിശ്രമിക്കുവാനിരുന്നു. ഭുവനേശ്വരിയുടെയും ധനരാജിൻ്റെയും മുഖങ്ങളിൽ രക്തവർണ്ണമേ ഇല്ല. അവസാന ശ്രമം എന്നവണ്ണം ഭുവനേശ്വരി പുണ്യകോടിയോട് പറഞ്ഞു. നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒന്ന് മനസ്സിലായി. മറ്റാർക്കോ വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. കറക്റ്റ്. പുണ്യകോടി തലകുലുക്കി ചിരിച്ചു. അവർ നിങ്ങൾക്ക് എന്തു തരും? ഭുവനേശ്വരി തിരക്കി. അതൊന്നും അറിയത്തില്ല. പുണ്യകോടി കണ്ണടച്ചു കാണിച്ചു. പക്ഷെ എന്തെങ്കിലും തരാതിരിക്കില്ല. അവർ തരുന്നത് എത്രയും ആയിക്കോട്ടെ. എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ ചോദിക്കുന്നത് എന്തും തരും ഞാൻ. അതെത്ര കോടിയാണെങ്കിലും. ഞങ്ങളെ അഴിച്ചു വിട്ടതാ. ഭുവനേശ്വരി പതുക്കെ ചൂണ്ടയിൽ ഇരകൊറുക്കുകയാണ്. ഏയ് തള്ളേ, പണം ഒത്തിരി കണ്ടിട്ടുള്ളവരാ ഞങ്ങൾ. ആ നേരത്തൊന്നും സമ്പാദിക്കാനും തോന്നിയിട്ടില്ല. പണം എത്രയുണ്ടെങ്കിലും നമുക്കത് അനുഭവിക്കാൻ കഴിയാത്തൊരു സമയമുണ്ടാവുമെന്ന് ഇപ്പോൾ നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അയാളൊരു സിഗരറ്റ് കത്തിച്ചു. എങ്കിലും നിങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്നതെന്ന് പറ. ധനരാജ് ചുണ്ടനക്കി. കാണാൻ പോകുമല്ലടാ പൂരം. അത് നേരിട്ട് മനസ്സിലാക്കിയാൽ മതി. പുണ്യകോടി എഴുന്നേറ്റു. കുഴി വെട്ടിയിട്ട് വിശ്രമിക്കായിരുന്ന തൻ്റെ അനുയായികൾക്ക് നേരെ തിരിഞ്ഞു. ക്ഷീണം മാറിയെങ്കിൽ അടുത്ത പണി തുടങ്ങിക്കോ. ശരി ചേട്ടാ. ഒരാൾ ഇന്നോവ കാറിൻ്റെ പിറകിലെ സീറ്റുകൾക്കിടയിൽ നിന്നും ഏതാനും പ്ലാസ്റ്റിക് കയറിൻ്റെ റോളുകൾ വലിച്ച് പുറത്തേക്കിട്ടു. കാലിൻ്റെ പെരുവിരലോളം വലിപ്പമുള്ള കാറുകൾ. 2 പേർ തോർത്തുകൊണ്ട് തളപ്പുണ്ടാക്കി. പിന്നെ ഈ 2 കയറുകൾക്കിടയിലെ അഗ്രഹവുമായി അടയ്ക്കാമരത്തിലേക്ക് കയറി. അധികം വണ്ണമില്ലാത്ത എന്നാൽ നല്ല ഉയരമുള്ളതുമായ മരങ്ങൾ. അവയുടെ ഏതാണ്ട് മുകളറ്റത്ത് കയറുകൾ കെട്ടിയിട്ട് ഇറങ്ങി വന്നു. 4 പേരും ചേർന്ന് ഓരോ മരത്തിലും കെട്ടിയിരുന്ന കയറുകളിലായി ആഞ്ഞു വലിച്ചു. മരങ്ങൾ വില്ലുപോലെ വളഞ്ഞ് അവയുടെ അഗ്രം തറയിൽ നിന്ന് ഏതാണ്ട് 20 അടിയോളം മുകളിലെത്തിയപ്പോൾ പുണ്യകോടി പറഞ്ഞു, മതി. പിന്നീട് അവർ ഓരോരോ കയറുകൾ വീതം മറ്റു മരങ്ങളുടെ ചുവട്ടിൽ മുറുകിക്കെട്ടി. ഓരോ കയർ വെറുതെ തൂങ്ങിക്കിടന്നു. അതെന്തിനാണെന്ന് മനസ്സിലായില്ലെങ്കിലും ഭുവനേശ്വരിയുടെയും ധനരാജൻ്റെയും മുഖങ്ങളിൽ പേടി തിങ്ങി. അടുത്ത നിമിഷം മലമുടക്കുകളിൽ ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം വെടിമുഴക്കങ്ങൾ പോലെ പ്രതിധ്വനിച്ചു. നിങ്ങൾ കാണാൻ കൊതിക്കുന്ന ആൾ വരുന്നുണ്ട്. പുണ്യകോടി
ഭുവനേശ്വരിക്കും ധനരാജനും നേർക്ക് കണ്ണയച്ചു. അവരുടെ നോട്ടം മൺറോഡിലേക്കായി. പൊടി പറത്തിക്കൊണ്ട് ബൈക്ക് പാഞ്ഞു വരുന്നതും അതിൽ ഒരു ഹെൽമറ്റ് ധാരിയിരിക്കുന്നതും അവർ കണ്ടു. ഇന്നോവ കാറിനരികിൽ ബൈക്ക് നിന്നു. അതിൽ നിന്നിറങ്ങിയ ആൾ ഹെൽമറ്റ് അഴിച്ച് ഹാൻഡിലിൽ തൂക്കി. ധനരാജൻ്റെ കണ്ണുകൾ കുറുകി. ശിവയോഗി. അവൻ പല്ലുരിച്ചു. ആ പട്ടിയാണോടാ നിങ്ങളുടെ നേതാവ്? പുണ്യകോടിയെ നോക്കി ഭുവനേശ്വരി ചീറി. നിങ്ങൾക്ക് തെറ്റിത്തള്ളേ, അത് പട്ടിയല്ല, ഒന്നാം തരം പുലിയാ. നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയാൾ പരിഹസിച്ചു. അപ്പോഴേക്കും ശിവയോഗി അടുത്തെത്തി. അമ്മയ്ക്കും മകനും സ്വാഗതം. അവൻ ചിരിച്ചു. എടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. മര്യാദയ്ക്ക് ഞങ്ങളെ വിട്ടോ, അല്ലെങ്കിൽ നിന്നെയൊക്കെ കൊത്തി നുറുക്കി ഇവിടെ തന്നെ കുഴിച്ചിടാൻ ആൾ വരും. ഭുവനേശ്വരി അലറി. ശിവയോഗി കൗതുകം ഭാവിച്ച് ആ മുഖത്തേക്ക് ശ്രദ്ധിച്ചു. ആര് വരുമെന്ന്? താപസനോ അതോ ബിംബരാമനോ? ആ പേരുകൾ കേട്ടിട്ടും അവരിൽ ഭാവമാറ്റമില്ലെന്ന് ശിവയോഗി കണ്ടു. ഒരുപക്ഷെ കലിംഗറാവു പറഞ്ഞതുപോലെ ഇവർ അഭിനയിക്കുകയോ. ആരടാ അവരൊക്കെ? ചോദിച്ചത് ധനരാജാണ്. നിന്റെ മാമൻ, അറിയില്ലേ? നിന്റെ തള്ളയെന്ന് പറയുന്ന ഈ ഭൂലോക ഫ്രോഡിൻ്റെ ചേട്ടൻ. ശിവയോഗി അയാളുടെ തൊട്ടു മുന്നിലെത്തി. പിന്നെ കൈവീശി ആ കവിളടക്കം ഒന്ന് പൊട്ടിച്ചു. നനഞ്ഞ തുണി കല്ലിലടിക്കുന്നത് പോലെ ഒരു ശബ്ദം. മുഖപേശികൾ ചതഞ്ഞതുപോലെ ധനരാജൻ്റെ ശിരസ് ഒരു വശത്തേക്ക് ചെരിഞ്ഞു. എടാ, എൻ്റെ മോനെ തുടരുത്. ഭുവനേശ്വരി ബന്ധനത്തിൽ നിന്നും പുളഞ്ഞു. ശിവയോഗി വെട്ടിത്തിരിഞ്ഞു. ഓഹോ, ഇപ്പോൾ നിങ്ങൾ സമ്മതിക്കുന്നു ഇവൻ നിങ്ങളുടെ മകനാണെന്ന്? കരിക്കളം തറവാട്ടിലെ ഡ്രൈവറായി ഇവൻ വരുമ്പോൾ ഈശ്വരമംഗലയ്ക്കടുത്ത് ഇവൻ്റെ ഒരു അമ്മയും പെങ്ങളും ഉണ്ടായിരുന്നല്ലോ. മിണ്ടിയില്ല ഭുവനേശ്വരി. ശിവയോഗി തുടർന്നു. ഇവൻ നിങ്ങളുടെ മകനായിരിക്കും, പക്ഷേ ഇവൻ്റെ തന്താര അപ്പാജി കരിക്കളം സദാശിവ. ഒട്ടും കൂസാതെ ഭുവനേശ്വരിയുടെ മറുപടി. എന്തിന് നിങ്ങൾ എൻ്റെ അപ്പയെ ഇങ്ങനെ ഒരു കുരുക്കിൽ വീഴ്ത്തി? വളരെ പെട്ടെന്ന് പറയണം. ശിവയോഗി താടിയിലൂടെ ഒന്ന് വിരലോടിച്ചു. പറഞ്ഞില്ലെങ്കിലോടാ. ഭുവനേശ്വരി പല്ലുഞ്ഞിരിച്ചു. ശിവയോഗി തിരിഞ്ഞു പുണ്യകോടിയെ നോക്കി. ഈ സ്ത്രീ ഇനി ഒന്നും സംസാരിക്കരുത്. ഇവരിൽ നിന്നും ഇനി എനിക്കൊന്നും കേൾക്കണ്ട. പുണ്യകോടി പെട്ടെന്ന് അരയിൽ നിന്നും കത്തിയെടുത്തു. പിന്നെ ഒറ്റക്കുതിപ്പിൽ ഭുവനേശ്വരിയുടെ മുന്നിലെത്തി. അവരുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ഭുവനേശ്വരിയുടെ നാവ് പുറത്തേക്ക് നീണ്ടു. പുണ്യകോടി അതിന്മേൽ കത്തി കുറുകി അമർത്തി. നോ, മമ്മിയൊന്നും ചെയ്യരുത്. ധനരാജ് ഒച്ച വെച്ചു. നീ എത്ര ഒച്ചത്തിൽ പറഞ്ഞാലും ഇവിടെ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരൊറ്റ മനുഷ്യജീവി പോലും അത് കേൾക്കാനില്ല. ശിവയോഗി കൈച്ചൂണ്ടി. ഞാൻ പറയാം. ധനരാജ് യാചിച്ചു. മമ്മിയെ വിട്ടേര്, അതൊക്കെ പിന്നീട് പറയാം. ആദ്യം നീ കാര്യം പറയടാ. കരിക്കളം തറവാടിനോട് നിന്റെ തള്ളയ്ക്ക് എന്താണ് പക? ധനരാജ് ഭുവനേശ്വരിയെ നോക്കി. അവർ നിസ്സഹായയാണെന്ന് കണ്ടു. ഏത് നിമിഷവും പുണ്യകോടി അവരുടെ നാവ് അരിഞ്ഞു വീഴ്ത്തിയേക്കാം. എനിക്കുള്ളത് കേട്ടറിവാണ്, ധനരാജ് പറഞ്ഞു. എൻ്റെ മമ്മിയുടെ പപ്പ നിങ്ങളുടെ തോട്ടത്തിലെ പണിക്കാരനായിരുന്നു. അതായത് അപ്പാജിയുടെ അച്ഛൻ്റെ കാലം. എൻ്റെ മമ്മിയുടെ മമ്മിയെ ആ മനുഷ്യൻ നശിപ്പിച്ചു. അന്നത്തെ കാലത്ത് അത് ചോദിക്കാനും പറയാനും പറ്റത്തില്ലല്ലോ. എന്നിട്ട് എൻ്റെ മമ്മിയുടെ പപ്പ അത് ചോദ്യം ചെയ്തു. കരിക്കളം തറവാട്ടുകാരനവർ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അടയ്ക്കാ മോഷണത്തിൻ്റെ പേരിൽ കവുങ്ങിൽ കെട്ടിയിട്ട് പരസ്യ വിചാരണ ചെയ്തു കൊന്നു. എൻ്റെ മമ്മിയുടെയും അവരുടെ മമ്മിയുടെയും മുന്നിൽ വെച്ച്. ധനരാജ് ഒന്ന് നിർത്തി. ശ്വാസം വലിച്ചെടുത്തത് നിമിഷങ്ങൾക്ക് ശേഷം തുറന്നു. അന്ന് അപ്പാജിക്ക് 10-15 വയസ്സേ കാണും. പിന്നെ ഈ നാട്ടിൽ നിൽക്കാതെ എൻ്റെ മമ്മിയുടെ മമ്മി എൻ്റെ മമ്മിയായിട്ട് നാട് വിട്ടു. ബാക്കി താൻ പറയാമെന്ന ഭാവത്തിൽ ഭുവനേശ്വരി തലയനക്കി. പുണ്യകോടി കത്തി മാറ്റി. അപ്പൻ്റെ മരണം നേരിൽ കണ്ട ഞാൻ അന്നെടുത്ത പ്രതിജ്ഞയാടോ കരിക്കളം തറവാടും ഈ സ്വത്തുക്കളും നേടിയെടുക്കുന്നു. അതിന് തന്നെയാ അപ്പാജിയെ വലയിൽ വീഴ്ത്തിയത്. ഭുവനേശ്വരിയുടെ പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. സ്ത്രീലമ്പടനായ അപ്പാജിയെ വീഴ്ത്താൻ എനിക്കൊട്ടും പ്രയാസം ഉണ്ടായിരുന്നില്ല. എല്ലാം നേടിക്കഴിഞ്ഞാൽ അയാളെ കൊല്ലാൻ തന്നെയാണ് ഇവനെ കരിക്കളം തറവാട്ടിലേക്ക് അയച്ചത്. അപ്പാജിക്ക് അറിയാമായിരുന്നുടാ ഇവൻ അങ്ങേരുടെ മകനാണെന്ന്. ശിവയോഗിയുടെ കണ്ണുകൾ കുറുകി. പഴയ ചില രംഗങ്ങൾ അവൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. ധനരാജന് അപ്പയുടെ മേലുള്ള അമിത സ്വാതന്ത്ര്യം. ഭുവനേശ്വരിയുടെ ശബ്ദം ശിവയോഗി ഉണർത്തി. അപ്പാജിയെ ബ്ലാക്ക്മെയിൽ ചെയ്താൽ തന്നെയാണ് ഞാൻ ബിസിനസ് സാമ്രാജ്യം സ്ഥാപിച്ചത്. ഒക്കെ അങ്ങേരുടെ പണം കൊണ്ട് തന്നെ. പക്ഷെ മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഞാൻ ആരെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ഭുവനേശ്വരിയുടെ ശബ്ദത്തിൽ പകതിങ്ങി. ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ
നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ ന്യായം കണ്ടേക്കാം. എന്നാൽ എൻ്റെ മുത്തച്ഛൻ ചെയ്ത തെറ്റിന് അപ്പയും മറ്റുള്ളവരും എന്തു ചെയ്തു? എൻ്റെ ചേട്ടന്മാരും ചേച്ചിയും എന്തു ചെയ്തു? അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ? അതിന് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. അവരെ ജീവനോടെ എൻ്റെ മുന്നിലെത്തിച്ചാൽ നിങ്ങളെ ഞാൻ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കും. അല്ലെങ്കിൽ അവൻ പകുതിക്ക് വെച്ച് നിർത്തി. ജീവിച്ചിരിപ്പില്ലാത്തവരെ ഞാൻ എങ്ങനെ നിൻ്റെ പിന്നിൽ കൊണ്ടുവരും? ഭുവനേശ്വരി വെട്ടിത്തുറന്ന് പറഞ്ഞു. അപ്പാജിയുടെ രക്തത്തിൽ പിറന്ന ആരും എൻ്റെ മകനൊഴികെ ഭൂമിക്ക് മീതെ ഉണ്ടായിരിക്കരുതെന്ന് എൻ്റെ തീരുമാനമായിരുന്നടാ. ഭുവനേശ്വരി പിന്നെയും ധൈര്യം സംഭരിച്ചു. പക്ഷെ ഞങ്ങളെ നീ ശിക്ഷിച്ചാൽ ഞങ്ങൾക്ക് പിന്നാലെ നിനക്കും മുത്തമ്മയ്ക്കുമൊക്കെ വരേണ്ടി വരും പരലോകത്തേക്ക്. ശിവയോഗിയുടെ മുഖം വലിഞ്ഞു മുറുകി. ഒന്നിലും ഭാഗമാകാത്ത എൻ്റെ അമ്മയെയും നിങ്ങൾ വെറുതെ വിടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് മാപ്പില്ല. ശിവയോഗി തിരിഞ്ഞു. പുണ്യകോടി സർ, ഇവരെ വെട്ടി മൂടുന്നതിന് മുകളിൽ 2 അടയ്ക്കാമരങ്ങൾ വച്ചേക്കണം. അവ കരിഞ്ഞു പോകത്തേ ഉള്ളൂ. എന്നാലും നട്ടുവച്ചേര്. സർ, തിരിഞ്ഞു നോക്കാതെ ശിവയോഗി ചെന്ന് ബൈക്കിൽ കയറി ഹെൽമറ്റ് എടുത്തു വെച്ചു. ബൈക്ക് പാഞ്ഞകന്നു. പുണ്യകോടി അനുചരർക്ക് ഒരടയാളം നൽകി. അവർ അടയ്ക്കാമരത്തിന് മുകളിൽ കെട്ടിയിരുന്ന 2ാമത്തെ കയറുകൾ വലിച്ചു കൊണ്ടുവന്ന് ഭുവനേശ്വരിയും ധനരാജനും അപകടമണുത്തു. വേണ്ട, ഇരുവരും തലവെട്ടിച്ചു. എന്നാൽ കയറുകളുടെ പകുതിയോളം മുറിച്ചു മാറ്റിയിട്ട് അവർ അഗ്രം ഇരുവരുടെയും കഴുത്തിൽ കെട്ടി. ഞങ്ങളെ കൊന്ന നീയൊക്കെ നരകയാതന അനുഭവിക്കും. ഭുവനേശ്വരി അപ്പോഴും ഭീഷണി മുഴക്കി. അതാരും ശ്രദ്ധിച്ചില്ല. 2 പേർ അടയ്ക്കാമരങ്ങളിൽ വലിച്ചു താഴ്ത്തി കെട്ടിയിരുന്ന കയറുകൾക്കരികിലായി കത്തിയുമായി നിലയുറപ്പിച്ചു. പുണ്യകോടിയും മറ്റൊരാളും ഒരേ സമയം ഇരുവരുടെയും മരത്തിലെ കെട്ടുകൾ അഴിച്ചു. ആ സെക്കൻഡിൽ കത്തിയുമായി നിന്നവർ 2ാമത്തെ കയറുകൾ മുറിച്ചു വിട്ടു. ഒരു വിലാപത്തോടെ ആദ്യം ഭുവനേശ്വരിയുടെയും ധനരാജൻ്റെയും കാലുകൾ നിലത്ത് വലിഞ്ഞു. പിന്നെ അടക്കാമരങ്ങൾക്കൊപ്പം പിടയുന്ന ശരീരങ്ങൾ പറക്കും പോലെ മുകളിലേക്ക് പോയി. അധ്യായം 33. കരിക്കളം തറവാടിന് മുന്നിലെ റോഡിലൂടെ ശിവയോഗി ബൈക്ക് പായിച്ചു. അതിനിടെ ഗേറ്റിലൂടെ അകത്തേക്ക് നോക്കി. മുറ്റത്ത് ധാരാളം ആളുകൾ. അവർ 3 പേരെ കൂകി വിളിച്ച് പുറത്തേക്ക് നടത്തുന്നു. 3 സ്ത്രീകൾ. അവരുടെ കൈകളിൽ ഓരോ ചെറിയ ബാഗുമുണ്ട്. തറവാട്ടിലെ പണിക്കാരികളായിരുന്നു അവരെന്ന് ശിവയോഗിക്ക് തോന്നി. മുത്തമ്മയെ കാണുവാനുള്ള സമയമായിട്ടില്ലെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ ബൈക്ക് വിട്ടുപോയി. പെട്ടെന്ന് ശിവയോഗിയുടെ ഫോൺ ശബ്ദിച്ചു. അവൻ കോൾ എടുത്തിട്ട് ഫോൺ ഹെൽമെറ്റിനും കാതിലിനും ഇടയിൽ കടത്തിവെച്ചു. അപ്പുറത്തു നിന്നും പുണ്യകോടിയുടെ ശബ്ദം കേട്ടു. കാര്യം കഴിഞ്ഞു സാറേ, ചിത്രം വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. ശിവയോഗിയുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരിമിന്നി. മനസ്സിൽ ഭുവനേശ്വരിയുടെയും ധനരാജൻ്റെയും രൂപം തെളിഞ്ഞു. എസ്റ്റേറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് തിരിയുവാൻ ഭാവിക്കുകയായിരുന്നു ബൈക്ക്. അടുത്ത നിമിഷം ഒരു ടെമ്പോ ട്രാവലർ വെട്ടിത്തിരിഞ്ഞു വന്നു. അത് ബ്രേക്ക് അമർത്തുമ്പോഴേക്കും ബൈക്കിൻ്റെ ഫ്രണ്ട് ടയറിൽ വന്നിടിച്ചു. ശിവയോഗി പിടിവിട്ട് ഇടതുവശത്തേക്ക് മറിഞ്ഞു. എടാ, അലറിക്കൊണ്ടവൻ ചാടി എഴുന്നേറ്റു. ആ സെക്കൻഡിൽ ട്രാവലറിൽ നിന്നും കറുത്ത വേഷധാരികളായ 4 പേർ ചാടിയിറങ്ങി. അനങ്ങരുത്. ഒരാൾ ശിവയോഗിയുടെ കഴുത്തിന് പിന്നിൽ റിവോൾവർ കുത്തിയമർത്തി. മറ്റൊരാൾ അവൻ്റെ കൈകൾ പിന്നിലേക്ക് തിരിച്ചു ബന്ധിച്ചു. നടക്ക്. ശിവയോഗിയുടെ ഹെൽമെറ്റ് മാറ്റാതെ തന്നെ അവർ അവനെ ട്രാവലറിനുള്ളിലേക്ക് വലിച്ചു കയറ്റി. ശേഷം അതിവേഗം വാഹനം മുന്നോട്ടെടുത്തു. ശിവയോഗിയുടെ ബൈക്കിന് പിന്നാലെ ഒരു സ്കോർപിയോ വാൻ വരുന്നുണ്ടായിരുന്നു. ട്രാവലറിന് പിന്നാലെ അത് നീങ്ങി. 1 മണിക്കൂറിന് ശേഷം ശിവയോഗി കണ്ണു തുറന്ന് ചുറ്റും നോക്കി. അവനൊന്നും മനസ്സിലായില്ല. ഭൂമി തല തിരിഞ്ഞു നിൽക്കുന്നത് പോലെ തറയിൽ തൻ്റെ പോക്കറ്റിൽ കിടന്നിരുന്ന ചുരുട്ടുകൾ ചിതറിക്കിടക്കുന്നത് അവൻ കണ്ടു. അടുത്ത നിമിഷം അവന് മനസ്സിലായി, താൻ തലകീഴായി തൂങ്ങിക്കിടക്കുകയാണ്. തലയുയർത്തി ചുറ്റും നോക്കുവാൻ അവൻ ശ്രമിച്ചു. പെട്ടെന്ന് കണ്ടു അടുത്തു വരുന്ന 1 ഡസനോളം കാലുകൾ. അവയിൽ 2 വെളുത്ത ലെതർ ചെരുപ്പുകൾ. ശിവയോഗിയുടെ ചുറ്റും കാലുകൾ നിരന്നു. തന്നെ കെട്ടിത്തൂക്കിയിരുന്ന കയറിൽ ഒരാൾ. അവൻ വട്ടം തിരിഞ്ഞു. വെളുപ്പിൻ്റെ പ്രഭാവലയമായ ഒരാൾ. അത് താപസനാണെന്ന് അവൻ ഉറപ്പിച്ചു. അയാൾക്ക് തൊട്ടരികിൽ ബിംബരാമൻ, പിന്നെ കറുത്ത വേഷധാരികളായ അംഗരക്ഷകർ. എന്നെ നീ ആദ്യമായി കാണുകയാണ് അല്ലടാ. താപസൻ നരമയോടെ തൻ്റെ താടി തടവി. അതും ഇങ്ങനെ തലകുമ്പിട്ട നിലയിൽ. ശിവയോഗിയുടെ പല്ലുകൾ ഞെരിഞ്ഞു. എടോ താപസം കോപ്പേ, ഫോണിലൂടെ നീ പലതും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. തമ്മിൽ കാണുന്ന ദിവസം നിൻ്റെ അന്ത്യമാണെന്ന്. കൊള്ളാം,
നിന്റെ ചങ്കൂറ്റം സമ്മതിച്ചിരിക്കുന്നു. താപസനും ബിംബരാമനും അടക്കം എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് കൈകൊണ്ട് അന്തരീക്ഷത്തിൽ ചുരമാന്തി ശിവയോഗി കയറിൽ ആടി. അടുത്ത സെക്കൻഡിൽ അവൻ താപസൻ്റെ വെളുത്ത ജുബ്ബ കുത്തിപ്പിടിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. പിന്നെ അയാളുടെ താടിയിലും മുടിയിലും പിടിച്ചു. എൻ്റെ വാക്ക് ഞാൻ പാലിക്കുകയാണടാ. താപസൻ കുതറിപ്പിടഞ്ഞു. ബിംബരാമനും അംഗരക്ഷകരും നടുങ്ങി. അതാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പനെ വിടടാ. ബിംബരാമൻ കൈചുരുട്ടി ശിവയോഗിയുടെ മുഖത്തിടിച്ചു. മറ്റുള്ളവർ ചുറ്റും നിന്ന് അവനെ മർദ്ദിച്ചു. പക്ഷേ ശിവയോഗി വിട്ടില്ല. ചിലന്തി ഈച്ചയെ പിടിച്ചിരിക്കുന്നത് പോലെയായിരുന്നു അത്. താപസൻ്റെ മുടിയിലും താടിയിലും പിടിച്ച് തിരിക്കുകയായിരുന്നു അവൻ. അസംഷ്ടമായ ചില ശബ്ദങ്ങൾ താപസനിൽ നിന്ന് ഉയർന്നു തുടങ്ങി. ഇനിയും വൈകിയാൽ അപകടമാണ്. ബിംബരാമൻ റിവോൾവർ എടുത്തു. അത് ശിവയോഗിയുടെ ചെന്നിയിൽ കുത്തി. വിടടാ അപ്പയെ. ശിവയോഗിയുടെ കണ്ണുകളിൽ വല്ലാതെ ഒന്ന് വെട്ടി. അവൻ്റെ വായിൽ നിന്നും ഒരു കവിൾ ചോര ഉമിനീരിൽ കലർന്നു ഉറ്റുവീണു. വന്യമൃഗത്തെപ്പോലെ മുരണ്ടുകൊണ്ട് അവൻ പിടിവിട്ടു. താപസൻ പിറകിലേക്ക് മാറി ശ്വാസം വലിച്ചുവിട്ടു. തുടർന്ന് ശിവയോഗിയുടെ ഇരു കവിളുകളിലും മാറി മാറി അടിച്ചു. അവൻ കയറിൽ ആടിക്കൊണ്ടിരുന്നു. ഇനി ഇവനെ വെച്ചേക്കണ്ടപ്പ. ബിംബരാമൻ റിവോൾവറിൻ്റെ ട്രിഗർ അമർത്താൻ ഭാവിച്ചു. വരട്ടെ. താപസൻ കൈയുയർത്തി. മരിക്കും മുമ്പ് ഞാൻ ആരെന്ന് ഇവനെ അറിയിക്കണ്ടേ? അപ്പാജിയുടെ 2 മക്കളോടും ഞാൻ അങ്ങനെ ഒരു ദയ കാണിച്ചിരുന്നു. പിന്നെ 2 പേർ കൂടിയും ഇനി എത്തിച്ചേരണമല്ലോ. ബിംബരാമൻ പകയോടെ അമർത്തിമൂളി. താപസൻ ഒരു കസേരയിലിരുന്നു. ഇവനെ അഴിച്ച് നിലത്തിരുത്ത്. ശിവയോഗിയെ കെട്ടിയിരുന്ന കയറഴിഞ്ഞു. തൻ്റെ ശിരസ് നിലത്തടിക്കാതിരിക്കാൻ അവൻ ശരീരം ഒരു വശത്ത് ചെരിഞ്ഞു. അപ്പോഴേക്കും ചാക്കും കെട്ട് കണക്കെ ആ ശരീരം നിലത്ത് വീണ് പൊടിയേറുന്നു. 2 പേർ ചേർന്ന് അവൻ്റെ തറയിലിരുത്തി. കൈകൾ പുറകിലേക്ക് ബന്ധിച്ചു. വായിൽ തിങ്ങിയ ചോര തുപ്പിക്കൊണ്ട് ശിവയോഗി ചുറ്റും നോക്കി. അതൊരു പഴയ തടിമില്ലായിരുന്നു എന്ന് തോന്നി. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും മങ്ങിങ്ങ് കാണാം. താപസൻ ഇടങ്കാലിന് മീതെ വലങ്കാൽ ഉയർത്തി വെച്ച് വിറപ്പിച്ചുകൊണ്ട് ശിവയോഗിയെ നോക്കി. അയാൾക്ക് തൊട്ടു മുമ്പിൽ ബിംബരാമനും നിന്നു. ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള സമയമെടുത്തിട്ട് താപസൻ ചുണ്ടനക്കി. ശിവ, ഞാൻ ആരാണെന്നും കരിക്കളം തറവാടിനുള്ള പക എന്തിനെന്നും ആയിരിക്കും നിനക്ക് ആദ്യം അറിയേണ്ടതല്ലേ? ശിവയോഗി മിണ്ടിയില്ല. അയാളുടെ മുഖത്തേക്ക് തന്നെ നോട്ടം നട്ടിരുന്നു. താപസൻ അംഗരക്ഷകളുടെ ഒരാളുടെ നേർക്ക് കൈനീട്ടി. അയാളൊരു നാരായം അവിടേക്ക് വെച്ചു കൊടുത്തു. നീ ഇത് കണ്ടോടാ. നിന്റെ തന്ത രാജാജിയെയും നിന്റെ സഹോദരങ്ങളെയും ഞാൻ തീർത്തത് ഇതുകൊണ്ടാണ്. ശിവയോഗി നടുങ്ങി. അവൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയും ഞരമ്പുകളിൽ തീവ്രവേഗത്തിൽ ചോര കൊതിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. താപസൻ തുറന്നു. നിന്റെ തന്തയെയും തള്ളയെയും ചിറ്റാറിൽ നിന്നും മടക്കിക്കൊണ്ടുവന്നതും അപ്പാജിയെക്കൊണ്ട് ക്രൂരമായി പീഡിപ്പിച്ചതും എൻ്റെ പുതിയ. ശിവയോഗിയുടെ ക്ഷമ കിട്ടും. എടാ, ഗർജിച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേൽക്കാൻ ഭാവിച്ചു. അവിടെ ഇരിക്കടാ. അംഗരക്ഷകർ അവനെ പിടിച്ചിരുത്തി. താപസൻ്റെ പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ ചതഞ്ഞു. മരണത്തിന് തൊട്ടു മുൻപാണ് ഞാൻ ആരാണെന്ന് അപ്പാജി പോലും അറിഞ്ഞത്. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ തന്ത രാജാജിയെ ഞാൻ സൗഹൃദം നടിച്ച് മയക്കുമരുന്നിന് അടിമയാക്കിയിരുന്നു. അപ്പാജിയുടെ ഒരു നിശബ്ദ പിന്തുണ എനിക്കതിനുണ്ടായിരുന്നു എന്ന് വെച്ചോ. എന്നാൽ ഒരിക്കൽ പോലും ഞാൻ കരിക്കളം തറവാട്ടിലോ പരിസരത്തോ വന്നിട്ടില്ല. അതിനിടയിൽ തന്നെ കരിക്കളം തറവാട്ടിലെ മുൻ കാരണവരെയും ഭാര്യയെയും ഒരു ആക്സിഡൻറ്റിൽ പെടുത്തി ഞാൻ തീർത്തിരുന്നു. എന്തിനെന്നറിയാമോ? അതുകൂടി നീ തന്നെ അങ്ങ് പറ. ശിവയുടെ കണ്ണുകൾ ചോര വീണതുപോലെ ചുവന്നു. ഓക്കെ. താപസൻ സിഗരറ്റ് തുണ്ട് വലിച്ചെറിഞ്ഞു. ശേഷം തുറന്നു. നിന്റെ മുത്തച്ഛൻ, ഞാൻ വകവരുത്തിയ കാരണവർ, എൻ്റെ അച്ഛനെ കൊന്നതിന്. ശിവയോഗിയുടെ മുഖത്ത് ഒരു ഭാവമാറ്റം വന്നു. ബാക്കി ഞാൻ പറയാം. നിന്റെ അമ്മയെ ദ്രോഹിച്ചതിന്, അപ്പനെ പരസ്യ വിചാരണ ചെയ്തു കൊലപ്പെടുത്തിയതിൻ്റെയും പേരിൽ നിന്റെ അമ്മ നിന്നെയും പെങ്ങളെയും കൂട്ടി നാട് വിട്ടുപോയി. പിന്നെ പകയോടെ നിങ്ങൾ തിരിച്ചെത്തി. നിന്റെ ആ പെങ്ങളാണ് ഭുവനേശ്വരി. ഇത്തവണ അമ്പരന്നത് താപസനാണ്. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ അധികം പ്രയാസമില്ല താപസ. പക്ഷേ ഒന്നും ഞാൻ ഇപ്പോഴും പറയാം. നിനക്കും നിൻ്റെയും മകൻ ബിംബരാമനും മാപ്പില്ല. അവൻ ചിരിച്ചു. മരണം തൊട്ടു മുന്നിൽ നിൽക്കുമ്പോഴും ശിവയോഗിയുടെ പതർച്ചയില്ലായ്മ താപസനെ സംശയാലുവാക്കി. ഇനി ഇവനെ കൊന്നേക്കാപ്പ. എല്ലാം പറഞ്ഞു തീർന്നില്ലേ? ബിംബരാമന് തിടുക്കമായി. ഒരല്പം സമയം കൂടി, അവരും കൂടി ഇന്ന് വന്നോട്ടെ.
നീ ഫോണെടുത്ത് ഭുവനേശ്വരിയെ വിളിക്ക്. ഒരു ഇന്നോവയിലാണ് യാത്ര ചെയ്യുന്നതെന്ന് അവൾ പറഞ്ഞത്. പെട്ടെന്ന് എത്താൻ പറ. ബിംബരാമൻ ഫോണെടുത്ത് കോൾ ചെയ്തു. സ്വിച്ച് ഓഫ് ആണപ്പാ. പറയുന്നത് ഡ്രൈവർ കേൾക്കാതിരിക്കാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും. ഇവിടേക്ക് വരാൻ ഞാൻ വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. താപസൻ തൻ്റെ ഫോൺ എടുത്ത് നോക്കി. ഭുവനേശ്വരി മെസ്സേജ് എടുത്തിട്ടില്ലെന്ന് കണ്ടു. അയാളുടെ നെറ്റി ചുളിഞ്ഞു. അവർ വരുന്നത് വരെ എനിക്ക് ആയുസുണ്ടല്ലോ. എങ്കിൽ എൻ്റെ അവസാനത്തെ ഒരാഗ്രഹം സാധിച്ചു തരാമോ? യാചനാഭാവത്തിൽ ശിവയോഗി തിരക്കി. ഒടുക്കത്തതല്ലടാ, ചോദിച്ചോ. താപസൻ കസേരയിൽ താളം പിടിച്ചു. വേണ്ടപ്പാ, ബിംബരാമൻ തടഞ്ഞു. താപസൻ തല ഉടഞ്ഞു. കുഴപ്പമില്ലടാ. പിന്നെ ശിവയോഗിയോട് പറഞ്ഞു, നീ ചോദിക്ക്. ശിവയോഗി തറയിൽ കിടന്നിരുന്ന തൻ്റെ സിഗരറ്റുകൾക്ക് നേരെ ആംഗ്യം കാണിച്ചു. ഇതിലൊരെണ്ണം ഞാൻ വലിച്ചോട്ടെ. താപസൻ പൊട്ടിച്ചിരിച്ചു. ശരി. അയാൾ തൻ്റെ അംഗരക്ഷകർക്ക് ആംഗ്യം കാട്ടി. ഒരാളൊരു സിഗാറെടുത്ത് അവൻ്റെ ചുണ്ടിൽ വെച്ച് കൊടുത്തു. അതിൽ തീ കൊളുത്തുവാൻ ഭാവിച്ചപ്പോൾ ശിവയോഗി തടഞ്ഞു. കൈ അഴിക്കാതെ എങ്ങനെയാണ് ഇത് വലിക്കുന്നത്? ആ അടവ് നടക്കത്തില്ല, ബിംബരാമൻ തീർത്ത് പറഞ്ഞു. ബിംബരാമ, നീ എന്നെ പലവട്ടം കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞില്ല. നിരായുധനായിട്ടും നിനക്കെന്നെ പേടിയാണോ? ഇതാടാ പറയുന്നത്. സിംഹമെന്നും രാജാവാണ്. നിന്റെ കയ്യിൽ റിവോൾവറുണ്ട്. എന്നിട്ടും നിനക്കെന്നെ പേടി. ശിവയോഗി ചിരിച്ചു. ബിംബരാമൻ ഒന്ന് വിളറി. തുടർന്ന് അംഗരക്ഷകരോട് കൽപ്പിച്ചു, അവൻ്റെ കൈ അഴിച്ചുവിട്. ഒരാൾ അപ്രകാരം ചെയ്തു. ശിവയോഗി മുന്നിൽ നിന്നിരുന്നവരുടെ കയ്യിൽ നിന്നും ലൈറ്റർ വാങ്ങി ചുരുട്ടിൽ തീ പകർന്നു. പിന്നെ ആരെയും ശ്രദ്ധിക്കാതെ ഒരു കവിള് പുകയെടുത്തു. ബിംബരാമനും സംഘവും കരുതലോടെ നിൽക്കുകയാണെന്ന് ശിവയോഗി രണ്ടാമതും ചുരുട്ട് ആഞ്ഞു വലിച്ചു. നിങ്ങളുടെ സഹോദരിമാനോ എന്താ താമസ വരാൻ വൈകുന്നത്? അയാളോട് ചോദിച്ചുകൊണ്ട് അവൻ ചുരുട്ട് വിരലുകൾക്കിടയിൽ തിരിച്ചു പിടിച്ചു. അതിൽ അസ്വാഭാവികതയൊന്നും അവർക്ക് തോന്നിയില്ല. അവരുടൻ വരുമടാ, നീ നിമിഷങ്ങൾ എണ്ണിക്കോ. താപസൻ നാരായെടുത്ത് അതിനെ മൂർച്ച നോക്കി. സെക്കൻഡുകൾ. അപ്രതീക്ഷിതവും അധികം ഒച്ചയില്ലാത്തതുമായ ഒരു വെടിയൊച്ച. ചുരുട്ട് ചിതറുന്നു. സകലരും ഒന്ന് നടുങ്ങി. അവർ കാണുന്നത് വയറ്റിൽ കൈ അമർത്തിക്കൊണ്ട് ബിംബരാമൻ മുന്നോട്ട് മറിയുന്നതാണ്. അയാളുടെ കയ്യിൽ നിന്നും റിവോൾവർ പിടിവിട്ടുപോയി. ബിംബ, അലറിക്കൊണ്ട് താപസൻ ചാടി എഴുന്നേറ്റു. ഇത്രയും സമയം മതിയായിരുന്നു ശിവയോഗിക്ക്. മുന്നോട്ടാഞ്ഞ് ബിംബരാമൻ്റെ റിവോൾവർ തട്ടിയെടുത്ത് അവൻ കുതിച്ചേർന്നു. പിന്നെ റിവോൾവർ നെഞ്ചിൽ കുത്തിക്കൊണ്ട് നാരായം പിടിച്ചു വാങ്ങി. അപ്പാ, ബിംബരാമൻ തറയിൽ കിടന്ന് പുളഞ്ഞു. വയറ്റിലമർത്തിയ അയാളുടെ കൈവിരലുകൾക്കിടയിലൂടെ ചുവന്ന ചായം കണക്ക് ചോരയൊഴുകി. തൻ്റെ നേരെ താപസൻ്റെ അംഗരക്ഷകർ ചാടിയെടുക്കുവാൻ ഭാവിച്ചു. മിന്നൽ പിണർ കണക്കെ ശിവയോഗി തൻ്റെ പിറകിലേക്ക് മാറി. ഇടങ്കൈ അയാളുടെ കഴുത്തിലൂടെ വളച്ച് മുറുകി. ശേഷം അംഗരക്ഷകർക്ക് നേരെ റിവോൾവർ തിരിച്ചു. തുടരെ 4 വെടിയുണ്ടകൾ പാഞ്ഞു. തൻ്റെ അംഗരക്ഷകർ അലറിപ്പടഞ്ഞു വീഴുന്നത് നടുക്കത്തോടെ താപസൻ കണ്ടു. എടാ, അയാൾ കുതറാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ഉരുക്കു വലയം കഴുത്തിൽ വീണതുപോലെയുള്ള അവസ്ഥ. ശിവയോഗി ചിരിച്ചു. ഇത്രയേ ഉള്ളൂ താപസ മനുഷ്യൻ്റെ കാര്യം. നിന്റെ പക, പ്രതികാരം, നീ ചെയ്ത കൊടും ക്രൂരതകൾ. വാസ്തവത്തിൽ നിനക്ക് എന്ത് നേടാനായി? താപസം മിണ്ടിയില്ല. ശിവയോഗി തുറന്നു. നിന്റെ സഹോദരിയും മകനും കരിക്കളയിലെ അടയ്ക്കാമരത്തോപ്പിൽ തൂങ്ങിയാടുകയായിരുന്നു. ഇപ്പോൾ അവർ മണ്ണിനടിയിലായിട്ട് ഏറെ സമയമായി. താപസനിൽ അടുത്ത നടുക്കം. ശിവയോഗിയുടെ ശബ്ദം പിന്നെയും അവളുടെ കാതുകളിൽ വീണു. ഇനി നിന്റെ മുന്നിൽ വെച്ച് നിന്റെ ഈ കൊടും ക്രിമിനലായ മകൻ്റെ മരണം, നിന്റെ അവസാനത്തെ രക്തബന്ധവും ഇതോടെ തീരുന്നു. ശിവയോഗി ബിംബരാമൻ്റെ നേർക്ക് റിവോൾവർ തിരിച്ചു. പെട്ടെന്ന് താപസൻ ചിരിച്ചു. നീ ഇവനെ കൊന്നാൽ എനിക്കൊന്നും തോന്നില്ലടാ. കാരണം ഇവൻ എൻ്റെ മകനല്ല. ബംഗാർപേട്ടിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ആരോ ഉപേക്ഷിച്ച ഒരു തെണ്ടി. ഇവനെ ഞാൻ എടുത്തു വളർത്തിയതും മകനാണെന്ന് വിശ്വസിപ്പിച്ചതും എനിക്ക് പരിചയമായി നിർത്താൻ, എൻ്റെ നേരെ വരുന്ന ബുള്ളറ്റുകൾ ഇവനിൽ തറയ്ക്കാൻ, എനിക്ക് വേണ്ടപ്പെട്ടവരെ ഇവനെ കൊണ്ട് കൊല്ലിക്കുവാൻ. ശിവയോഗി മാത്രമല്ല, തറയിൽ കിടന്ന് പിടയുന്ന ബിംബരാമന് ഞെട്ടി. അപ്പാ, അയാളെ ഞരങ്ങി. പോട നായെ, നിൻ്റെ അപ്പൻ ആരാണെന്ന് നിന്നെ എറിഞ്ഞു കളഞ്ഞവരോട് പോയി തിരക്കടാ. താപസൻ കാറിത്തുപ്പി. ബിംബരാമൻ മരിക്കേണ്ടവനാണ്. ശിവയോഗിക്ക് അയാളോട് യാതൊരു അനുകമ്പയും തോന്നിയില്ല. അടുത്ത നിമിഷം അയാളുടെ നെഞ്ചിലും ഒരു ബുള്ളറ്റ് പറന്നിറങ്ങി. കഴിഞ്ഞു.
റിവോൾവർ ഇടുപ്പിൽ തിരികിയിട്ട് ശിവയോഗി താപസനിലെ പിടിവിട്ടു. ഞാൻ ഒരാൾക്ക് വാക്കു കൊടുത്തിരുന്നു, നിന്നെ പ്രാണൻ മാത്രം ബാക്കി നിർത്തി അദ്ദേഹത്തിന് കൊടുക്കാമെന്ന്. അദ്ദേഹം ഇപ്പോൾ വരും. എന്നെ വീഴ്ത്തി നിൻ്റെ ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുപോരുമ്പോൾ എല്ലാം കണ്ടും അറിഞ്ഞും ഒരു ടീം പുറകിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞതും ഒരു സ്കോർപ്പിയോയും ഇന്നോവയും മില്ലിനുള്ളിലേക്ക് പാഞ്ഞു വന്നു നിന്നു. താപസൻ ശിവയോഗിക്ക് നേരെ ഒരു പ്രത്യാക്രമണത്തിന് ഒരുങ്ങുകയായിരുന്നു. വന്നു നിന്ന വാഹനങ്ങളിൽ നിന്നും പുണ്യകോടിയും സംഘവും DYSP കലിംഗറാവും ശിവയോഗിയും സുഹൃത്തുക്കളായ അശോക് ഷെട്ടിയും ഇമ്പദോസും രാജറോലാനിയും ഇറങ്ങി. അടുത്ത നിമിഷം താപസൻ കൈവീശി ശിവയോഗി അടിച്ചു. തോൽക്കാൻ എനിക്ക് മനസ്സിലടാ. ശിവയോഗി മിന്നൽ വേഗത്തിൽ ഒഴിഞ്ഞു മാറി. പിന്നെ താപസൻ്റെ ആ കയ്യിൽ പിടിച്ച് വട്ടം തിരിച്ചു, തുണി പിഴിയുന്നത് പോലെ. അയാൾ വളഞ്ഞു താഴേക്ക് കുനിഞ്ഞു. ഈ കൈ സാറിനുള്ളതാ. പിടിപെടാതെ അയാൾ കലിംഗറാവുവിനെ നോക്കി. കലിംഗറാവുവിൻ്റെ കണ്ണുകൾ കത്തി, പല്ലുകൾ ഞെരിഞ്ഞു. സാർ, പുണ്യകോടി ഒരു കൊടുവാൾ ഇടം കൈയിലേക്ക് വെച്ചു കൊടുത്തു. കലിംഗറാവു 4 ചൂടുകൾ മുന്നോട്ട് വെച്ചു. പിന്നെ വാളുയർത്തി ഒറ്റവിട്ട്. അലറിപ്പോയി താപസൻ. ശിവയോഗി പിടിവിട്ടു. പകുതി മുറിഞ്ഞ നിലയിൽ താപസൻ്റെ വലങ്കൈ തൂങ്ങിക്കിടന്നു. അയാൾ ചോര ചീറ്റുന്ന കൈയുമായി ഓടാൻ ശ്രമിച്ചു. എന്നാൽ കലിംഗറാവു ഒറ്റ ചവിട്ട്. താപസൻ കമഴ്ന്നു വീണു. കലിംഗറാവു അയാളുടെ പുറത്ത് ചവിട്ടിപ്പിടിച്ചു. കൊല്ലരുത്, താപസൻ വിലപിച്ചു. തറയിലെ മണ്ണ് അയാൾ വായിലാക്കി. കലിംഗറാവു ഒന്നും ശ്രദ്ധിച്ചില്ല. ഒരു തവണ കൂടി കൊടുവാൾ ഉയർന്നു താണു. ഇത്തവണ കഴുത്തിൽ. താപസൻ്റെ വെളുത്ത വസ്ത്രം ചോരയിൽ ചുവന്നു. കാലുകളടിച്ച് അയാളൊന്ന് പിടഞ്ഞു. തീർന്നു. താങ്ക്സ് ശിവ. കലിംഗറാവു വാള് തറയിലിട്ടു. ഇനി സമാധാനത്തോടെ എനിക്ക് നാട്ടിലേക്ക് പോകാം. ആരും മിണ്ടിയില്ല. ചോരയുടെ മണം തിങ്ങിയ കനത്ത നിശബ്ദതയായിരുന്നു അവിടെ. സന്ധ്യ. കരിക്കളം തറവാട്. കേരളത്തിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങി നിൽക്കുകയായിരുന്നു മുത്തമ്മ. കുറേ കാലം ശിവയോഗിക്കൊപ്പം താമസിച്ചിട്ട് തൻ്റെ കൊച്ചുമക്കളെ വിദേശത്തു നിന്നും വരുത്തി അവർക്കൊപ്പം ജീവിക്കാനാണ് മുത്തമ്മയുടെ തീരുമാനം. അതുവരെ തോട്ടത്തിലെ കാര്യങ്ങൾ ശേഷനെ അടക്കമുള്ള തൊഴിലാളികൾ നോക്കും. ഈ ആശയം ശിവയോഗിയുടേതായിരുന്നു. അവൻ്റെ സുഹൃത്തുക്കളും കലിംഗറാവും ഭാര്യയും തോട്ടം തൊഴിലാളികളും അടക്കം യാത്രയാക്കുവാൻ വൻ ജനാവലി ഉണ്ടായിരുന്നു തറവാട്ടുമുറ്റത്ത്. യാത്ര പറയാൻ ആ പെണ്ണ് റസിയെ കാണുന്നില്ലല്ലോ. മുത്തമ്മ അശോക് ഷെട്ടിയെ നോക്കി. ഞാൻ നോക്കിയിട്ട് വരാം. അശോക് ഷെട്ടി തറവാട്ടിനുള്ളിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് മടങ്ങി വന്നു. അവൾ അവിടെ എങ്ങൊന്നുമില്ലമ്മ. മുത്തമ്മ ഞെട്ടി ചൊളിച്ചു. ആരാ കക്ഷി? ശിവയോഗി തൻ്റെ സുഹൃത്തുക്കളോട് തിരക്കി. ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു അനാഥ കുട്ടിയായിരുന്നു, രാജറുല്ലാനി പറഞ്ഞു. അമ്മയ്ക്കൊരു സഹായത്തിന് ഇവിടെ നിർത്തിയിരുന്നതാ. ഇമ്പദോസ് കൂട്ടിച്ചേർത്തു. നിങ്ങളിനി വഹിക്കണ്ട, കലിംഗറാവു പറഞ്ഞു. എല്ലാവരോടും യാത്ര ചോദിച്ച് പുണ്യകോടിയും സംഘവും ശിവയോഗിയെയും മുത്തമ്മയെയും ഇന്നോവയിൽ കയറ്റി. പിറകെ അവരും. ശുപ്പരാജ് കാർ സ്റ്റാർട്ട് ചെയ്തു. അത് കണ്ണിൽ നിന്നും മറയുന്നതുവരെ എല്ലാവരും കൈയുയർത്തി വീശിക്കൊണ്ട് നോക്കി നിന്നു. ചിറ്റാർ. അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് ജീപ്പ് ബിമ്മരം കോളനിയിലേക്കുള്ള കയറ്റം കയറുമ്പോൾ പുണ്യകോടി ഓർമ്മപ്പെടുത്തും. ശിവസാറ് ചുരുട്ടിൽ നിന്നും വെടിയുണ്ട പായുന്ന ടെക്നിക്ക് പറഞ്ഞു തന്നില്ല. ശിവയോഗി ഒന്ന് ചിരിച്ചു. നമ്മൾ റിവോൾവറിൻ്റെയോ പിസ്റ്റളിൻ്റെയോ ട്രിഗർ അമർത്തുമ്പോൾ കാർട്രിഡ്ജിന് പിന്നിൽ ഹാമർ വന്ന് ശക്തിയിൽ അടിക്കും. ആ ആകർഷണത്തിൽ കാർട്രിഡ്ജിനുള്ളിലെ ഗൺപൗഡറിൻ്റെ ഉള്ളിൽ ഒരു തീ പിടിക്കുകയും ആ ചൂടിൽ ബുള്ളറ്റ് പാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ബുള്ളറ്റ് എടുത്ത് കൈ പൊള്ളാത്ത വിധം വിരലുകൾ കൊണ്ട് പിടിച്ചിട്ട് അതിന് പിന്നിൽ ചൂട് പിടിപ്പിച്ചാലും ഈ പ്രക്രിയ നടക്കും. ഞാനത് സിഗാറിൽ പരീക്ഷിച്ചു. സിഗാറിൻ്റെ തീ മുന്നിൽ നിന്നും പിന്നിലേക്ക് വരുന്നതിനാൽ എനിക്ക് സിഗരറ്റ് തിരിച്ചു പിടിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. മറിച്ചായാൽ ഭൈരപ്പയുടെ അനുഭവം തന്നെ എനിക്കും ഉണ്ടാകുമായിരുന്നു. അത് കേട്ട് പുണ്യകോടി ഭയന്നുപോയി. ജീപ്പ് കക്കാട്ടുപുറം വീടിന് മുന്നിൽ നിന്നു. എസ് ഐ ചന്ദ്രലാലും ഭാവനയും ഭാസ്കരനും പിന്നെ വെളുത്ത കുഞ്ഞും ചിക്കൻ ഫാമിലെ ജോലിക്കാരും കാത്തു നിന്നിരുന്നു. ഇറങ്ങി വാ അമ്മ. ശിവയോഗി മുത്തമ്മയുടെ കൈപിടിച്ച് ജീപ്പിൽ നിന്നിറക്കി. സത്താറെന്തേ? പുണ്യകോടി ചുറ്റും നോക്കി. ഞാനെവിടണ്ടേ? തോളിലൊരു മൺവെട്ടിയുമായി സത്താർ ഓടി വന്നു. ഒരു കർഷകൻ്റെ വേഷത്തിൽ ശിവയോഗി മുത്തമ്മയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. പുത്തൂരുള്ളതിൻ്റെ പകുതി സ്വത്തിന് അവകാശി ഇവനാ. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. ഇവനൊന്നും വേണ്ടെന്ന് മുത്തമ്മ ഭാസ്കരനോട് പറഞ്ഞു. അദ്ദേഹം എന്തോ പറയുവാൻ ഭാവിക്കുകയായിരുന്നു. അടുത്ത നിമിഷം വീടിനുള്ളിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. ശിവയോഗിയുടെ കണ്ണുകൾ വികസിച്ചു. മണിവർണ്ണ. ചേട്ടത്തി വെളുപ്പിനെത്തി.
ഞാൻ വിളിച്ചു പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ചന്ദ്രലാൽ ശിവയോഗിയുടെ ശബ്ദം താഴ്ത്തി. അവൻ അമർത്തി മൂളി. മണിവർണ്ണ വേഗം മുത്തമ്മയുടെ കാൽ തൊട്ട് വണങ്ങി. ഇതാണോടാ നിന്റെ പെണ്ണ്? മുത്തമ്മ തിരിഞ്ഞ് ശിവയോഗിയെ നോക്കി. അതെ അമ്മ. മുത്തമ്മയുടെ മുഖത്ത് സംതൃപ്ത ഭാവം. ഇനി സംസാരമൊക്കെ അകത്തിരുന്ന്. ഭാവന മുത്തമ്മയുടെ കരം കവർന്നു. എല്ലാവരും അകത്തേക്ക് നടന്നു. അപ്പോൾ ശിവയോഗി മണിവർണ്ണയുടെ കയ്യിൽ പിന്നിൽ നിന്നും പിടിച്ചു. നീ ഇങ്ങോട്ട് വന്നേ. അവൻ അവളെ മുറ്റത്തിൻ്റെ കോണിലേക്ക് മാറ്റി നിർത്തി. നീ എവിടെ പോയിരുന്നു? അതൊക്കെ പിന്നെ പറയാം. ഞാൻ മുത്തമ്മച്ചിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കട്ടെ. അവൻ കൈവിട്ടു. ശേഷം തിരക്കി. റസിയ, നിന്റെ പർദ്ദ എന്തേടി? മണിവർണ്ണ അമ്പരന്നു. ശിവയോഗി തലയാട്ടി. പോരും മുൻപ് അശോക് എന്നോടെല്ലാം പറഞ്ഞു. നീ അവന് ഫോൺ ചെയ്തതും അവൻ കാറയച്ച് നിന്നെ അവിടെ വരുത്തിയതും അടക്കം, പിന്നെ ഇവിടേക്ക് മടക്കി അയച്ചതും എല്ലാം. മണിവർണ്ണ ചുണ്ടുകൂർപ്പിച്ചു. പിന്നെ ശിവ, അവിടെ യുദ്ധത്തിനിറങ്ങുമ്പോൾ ഞാൻ അവിടെ വേണ്ടേ? അവനെന്തോ പറയുവാനാഞ്ഞതും മണിവർണ്ണ പിന്തിരിഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടോടി. ശിവയോഗിയുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു. കക്കട്ടാറ്റിൽ നിന്നും വീശി വന്ന കാറ്റിൽ അവൻ്റെ മുടിയിഴകൾ അങ്ങനെ ഇളകി. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പുതിയ കഥയുമായിട്ട് നമ്മൾ നാളെ എത്തും. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കുറിക്കണം. പിന്നെ അതിൽ നിന്നും ഒരാൾക്ക് നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നു. അപ്പം വീണ്ടും നാളെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.